നമ്മുടെ ഇടവകയുടെ രജത ജൂബിലിയുടെ സമാപന സമ്മേളനമാണ്. 10 മണി ആരംഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആയതിനാൽ ഇപ്പോൾ 10 മണിക്ക് തന്നെ ഈ സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രാരംഭത്തിൽ ഈ ജൂബിലിയുടെ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ആ ജൂബിലി ഗാനം അത് പ്രാർത്ഥനാ ഗാനമായി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ ഇപ്പോൾ കൊയർ ജൂബിലി ഗാനം ആലപിക്കുന്നതാണ്.
ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി, സഭയുടെ അൽമായ ട്രസ്റ്റി റോണി വർഗീസ്, പ്രിയപ്പെട്ട VG ജോണച്ചൻ, ക്രിസ്തോസ് ദേവാലയത്തിൻ്റെ വികാരി റെക്സ് തോമസ് അച്ചൻ, പ്രിയപ്പെട്ട ഇടവകയിലുള്ള ഞങ്ങളുടെ എല്ലാ അംഗങ്ങളുമേ, ഈ ഡൈസിലും സ്റ്റേജിലും ഇരിക്കുന്ന സകലരുമേ, 2000 ആണ്ടിൽ കറ്റാനം സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ നിന്ന് ഇത് സ്വതന്ത്രമായി ഇന്ന് 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 2024 നവംബർ മാസം 8-ാം തീയതി ഇടവക മെത്രാപ്പോലീത്തായുടെ കൽപ്പന പ്രകാരം 1 വർഷക്കാലം ഇതിൻ്റെ ജൂബിലി വർഷമായി പ്രഖ്യാപിക്കുകയും ആ ജൂബിലി വർഷക്കാലത്തിൽ ധാരാളം പ്രോഗ്രാമുകൾ, പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരികയും ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആവർത്തിക്കുന്നില്ല. ഈ ദേവാലയം ഉണ്ടാകുന്നതിന് അന്ന് അധ്വാനിച്ചിട്ടുള്ള പിതാക്കന്മാരുണ്ട്, നമ്മുടെ പൂർവികന്മാരുണ്ട്. അവരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകം സ്മരിക്കുകയാണ്. ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്തിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു. 2000-ൽ ഒരു ശിശു പിറന്ന് അതിൻ്റെ ശൈശവം, ബാല്യം, കൗമാരം പിന്നിട്ട് ഇപ്പോൾ ഇത് യൗവനത്തിൽ എത്തിയിരിക്കുകയാണ്. 25 വർഷം എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും ആത്മീയമായ നിറവിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ആ ആത്മീയ നിറവിൽ നമ്മളായിത്തീരേണ്ടതും ആവശ്യമാണ്. ഇവിടം മുതലാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ടത്. ആ ഫലം ഈ സഭയ്ക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിന് അതിൻ്റെ ഫലം ലഭിക്കണം. ദൈവീകമായ ഒരു അനുഗ്രഹം നമ്മുടെ ദേശത്തുണ്ട്. ആ അനുഗ്രഹത്തിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവരെയാണ് മുന്നമേ തന്നെ നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ പലരും ഇപ്പോൾ ദൈവസന്നിധിയിൽ തന്നെയാണ്. ആയതിനാൽ അവരെയെല്ലാം സ്മരിച്ചുകൊണ്ട് തുടർന്നു വരുന്ന കാലങ്ങൾ കൂടുതൽ ഫലപ്രദമായി ആത്മീയ ജീവിതത്തിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ പരിശുദ്ധ ബാവാ തിരുമേനി കൃത്യം 6:30-ക്ക് തന്നെ ദേവാലയത്തിലെത്തി വിശുദ്ധ ബലി അർപ്പിച്ചു. ബലി അർപ്പിച്ച ശേഷം എല്ലാവർക്കും ചെറിയൊരു സ്നാക്സ് നൽകി ഈ യോഗം ആരംഭിക്കണം എന്ന് നമ്മൾ മുന്നമേ തന്നെ ആഗ്രഹിച്ചതനുസരിച്ച് അത് കഴിഞ്ഞു. ശാന്തമായി തീർച്ചയായും ഈ സമയം നിങ്ങൾ ചെലവഴിക്കണം എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ആ പരിശുദ്ധ ബാവാ തിരുമേനി ഇന്ന് നമ്മുടെ ഈ ജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിന് മറ്റു ചില അത്യാവശ്യങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതിനാൽ അദ്ദേഹത്തെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തിരുമനസ്സിൻ്റെ താല്പര്യം അല്ലെങ്കിൽ സഭയുടെ താല്പര്യങ്ങൾ ഉണ്ട്, ധാരാളം, അത് നിർവഹിക്കപ്പെടേണ്ടതുമുണ്ട്. ബാവാ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ സെമിനാരിയിൽ ചെല്ലുന്ന സമയത്ത് സെമിനാരി തുടരണോ വേണ്ടായോ എന്ന് ശങ്കിച്ചു നിന്ന ഒരു സമയമുണ്ട്. അന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ബാവാ തിരുമേനിയാണ്. എന്നെ ആ നിലയിലേക്ക് ദൈവവിളി ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കിയത് അന്ന് അദ്ദേഹം മത്തായി അച്ഛനാണ്, ഞങ്ങളുടെ വാർഡനാണ്. അദ്ദേഹം എൻ്റെ മനസ്സ് കാണുകയും അതിനനുസരിച്ച് ഉള്ള ഒരു മിഷൻ പള്ളി തരുകയും അവിടെ ദീർഘകാലം ഏതാണ്ട് 4 വർഷവും അവിടെ തന്നെ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഈ ദൈവവിളിയെ ശ്രവിക്കുന്നത് അങ്ങനെ തന്നെയാണ്.
അതിനുശേഷം ബാബാതിരുമയുടെ അടുക്കേക്ക് എന്നെ പറഞ്ഞയക്കുന്നതും ഈ ബാബാതിരുമേനിയും ഈവാനിയസ് തിരുമേനിയും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കാലം കഴിയുന്നതുവരെ അവിടെ നിലനിൽക്കുവാൻ എനിക്ക് പ്രചോദനം നൽകിയത് ഈ ബാബാതിരുമേനി തന്നെയാണ്. അദ്ദേഹത്തിന് ഇന്ന് എനിക്കിതൊന്ന് തുറന്നു പറയുവാൻ കിട്ടിയ സമയം എന്നുള്ള നിലയിലാണ് ഞാനത് പറയുന്നത്. സെമിനാരി പഠിപ്പിക്കുന്ന സമയത്തും ഇപ്പോഴും നല്ല ദൈവാശ്രയത്തോടെ, നല്ല ഗുരുവായി, നല്ല തിയോളജിയനായി, നല്ല സംരംഭകനായി അദ്ദേഹം ഈ സഭയ്ക്ക് നല്ല മാതൃക നൽകുന്ന പിതാവാണ്. അദ്ദേഹത്തെ ഈ നമ്മുടെ യോഗ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ് മന്ത്രി വീണ ജോർജ്, അതുപോലെ MP കൊടിക്കുന്നിൽ സുരേഷ്, MLA MS അരുൺകുമാർ, ഇവർ വന്നു ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ ഇവർക്ക് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാം. അതൊക്കെയാകാം അവർ വന്നു ചേരാൻ താമസം എന്ന് ഞാൻ കരുതുകയാണ്. ആ 3 വ്യക്തികളെയും ബഹുമാനപ്പെട്ട ആരോഗ്യ ശിശുക്ഷേമ മന്ത്രി ശ്രീമതി വീണ ജോർജ്, നമ്മുടെ മാവേലിക്കര MP, ഏതാണ്ട് 4.5 പതിറ്റാണ്ട് പിന്നിട്ട് അതേ സ്ഥാനത്ത് തുടരുന്ന MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു ടേൺ ആണ് അരുൺകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം MLA ആയിട്ടുണ്ട്. ഈ ജൂബിലി വർഷങ്ങളിൽ പല സമയത്ത് ഇവരിവിടെ വരികയും പല പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളവരും കൂടെയാണ്. അവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹം ഇന്ന് മറ്റൊരു പള്ളിയിൽ, മാതിരംപള്ളി പള്ളിയുടെ ജൂബിലിയും അവരുടെ പെരുന്നാളും കൂടെ ആയതിനാൽ അവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങെത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്ത അഭിയന്ത എബ്രഹാം മാർ എപ്പിഫാനോസ് തിരുമേനിയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഉള്ളത് നമ്മുടെ സഭാ ട്രസ്റ്റി സെക്രട്ടറി, സഭാ ട്രസ്റ്റി റോണി വർഗീസ്, മാവേലിക്കര കരിപ്പുഴ ഇടവകയാണ്, മാവേലിക്കര ഡയോസിസാണ്. സെക്രട്ടറി ബിജു ഉമ്മൻ, കല്ലൂപ്പാറ ഇടവകയാണ്. സഭയ്ക്ക് വേണ്ടി, സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഏറെ സമയം ചെലവഴിക്കുന്ന 2 സഭയുടെ വക്താക്കളാണ്. അവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഇനി പഞ്ചായത്ത് പ്രസിഡന്റ്, ചുനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KR അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി, നമ്മുടെ കറ്റാനം സെൻറ്റ് സ്റ്റീഫൻസ് പള്ളി വികാരി, നമ്മുടെ മാതൃദേവാലയത്തിൻ്റെ വികാരി വെരി റവറൻഡ് സക്കറിയ കോറപ്പിസ്കോപ്പ, നമ്മുടെ തൊട്ടടുത്തുള്ള ക്രിസ്തോസ് മാർത്തോമ ദേവാലയത്തിൻ്റെ വികാരി റെക്സ് തോമസ് അച്ചൻ, സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയം കരിമുളയ്ക്കലിൻ്റെ ഫാദർ സിൽവസ്റ്റർ തെക്കേടത്ത്, CSI കരിമുളയ്ക്കൽ ദേവാലയത്തിൻ്റെ, അദ്ദേഹം കറ്റാനം ദേവാലയത്തിൻ്റെയും കൂടെ വികാരിയാണ്, റവറൻ ഫാദർ സാം മാത്യു റോയി, ചാരുമൂട് സെൻറ്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക ഇടവക അംഗം, ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ ദാസ്, അതുപോലെ ഈ രജത ജൂബിലിയുടെ കൺവീനർമാരായ ജോയ്സ് വി ജോയി അച്ചൻ, രക്ഷാധികാരി അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി, നമ്മുടെ ഇടവക വികാരി, നമ്മുടെ ഇടവക ട്രസ്റ്റി രാജു കുളത്തിൻ്റെ മേൽ, സെക്രട്ടറി റോയി ജോയി, മറ്റ് കൺവീനർമാരായ അജു, ജിബിൻ, അനു തുടങ്ങി എല്ലാവരെയും, ജോയിൻ, അതുപോലെ കൺവീനർ ബാബു സാറ്, ജോയിൻറ്റ് കൺവീനർ മോൻസി,
ഈ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട VJ ജോൺ അച്ഛനെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളുടെ കൂടെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തുടർന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തോടും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തത് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നമ്മുടെ പൗരസ്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും ആയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഇപ്പോൾ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട ഇടവ് വികാരി ഫാദർ ഡോക്ടർ യോഹന്നാൻ ശമുവേൽ, ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കുന്ന സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, ഈ ആശംസ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ക്രിസ്തോസ് മാർത്തോമ ചർച്ച് വികാരി ബഹുമാനപ്പെട്ട റെക്സ് തോമസ് അച്ഛൻ, CSI ചർച്ച് കരിമുളയ്ക്കൽ വികാരി ബഹുമാനപ്പെട്ട സാം മാത്യു റോയി അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട VG ജോണച്ചൻ, മറ്റ് ഈ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, സന്നിഹിതരായിരിക്കുന്ന ആശംസാ പ്രസംഗകരെ, സഹോദരീ സഹോദരങ്ങൾ, ഈ കരിമുളയ്ക്കൽ സെൻറ്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ്. മുമ്പ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതായിരുന്നാലും നിങ്ങളെല്ലാവരും കാണുവാനിടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ രജത ജൂബിലി ആഘോഷം
അതിൽ സംബന്ധിക്കുന്നത് സന്തോഷമാണ്. ജൂബിലി എന്ന് പറയുന്നത് എപ്പോഴും വിടുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ അടയാളമാണ്. ഈ ദേവാലയം 25 വർഷമായി ഉണ്ടായിട്ട് ആ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമായി ഇന്ന് ഈ ദേവാലയം ശോഭിക്കുന്നുവെന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ദേവാലയത്തിൻ്റെ ഏത് ആഘോഷങ്ങൾ നടക്കുമ്പോഴും പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, ദൈവത്തിന് മഹത്വം അർപ്പിക്കാനുള്ള ഒരു ദിവസമാണ്. ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമാകുന്നതും അതിനുശേഷം ഇത്രയും കാലം ഇത് കാംസ്ഥ സംരക്ഷിക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവനിയോഗമില്ലാതെ ഒരിടത്തും ഒരു ദേവാലയം ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ദൈവനിയോഗമുണ്ടായി ഇത്രയും കാലം ഈ ദേവാലയത്തെ കാത്ത് സംരക്ഷിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാനുള്ള ഒരു ദിവസമാണ്. രണ്ടാമതായിട്ട്, ഈ ദേവാലയം ഇവിടെ പണിത് ഉയർത്തുന്നതിന്, പരിപാലിക്കുന്നതിനും കഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട്. ഇന്ന് ജീവനോടിരിക്കുന്നവർ കാണും. എന്നാൽ അതിലുപരി ഈ കാലത്തിൽ നിന്ന് മാറിപ്പോയ നമ്മുടെ മാതാപിതാക്കളായ ആളുകളുണ്ട്. ഈ ദേവാലയത്തിന് കല്ലും മണ്ണും ചുമക്കുവാനും ഇതിൻ്റെ ആരംഭം കുറിക്കുവാനുമൊക്കെ സാധിച്ചതായ പ്രായമുള്ള ആളുകളൊക്കെ ഈ കാലത്ത് ഇവിടെ നിന്ന് കടന്നുപോയവർ. അവരിന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്. ഇന്ന് ഈ 25ാം ജൂബിലി നമ്മൾ സമാപിക്കുന്നതായ സമ്മേളനത്തിൽ. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർ ചെയ്തുള്ള സേവനങ്ങൾ മാതൃകയാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ ഇടവയ്ക്ക് വേണ്ടി തുടർന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ എന്ത് കഴിയും എന്നുള്ള ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മൂന്നാമതൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, 25 വർഷം പിന്നിട്ടു. എന്നാൽ അടുത്ത 25 വർഷത്തേക്ക് നാം പോകുമ്പോൾ, അതായത് ഈ ദേവാലയം ഒരു കനക ജൂബിലി ആഘോഷിക്കാനായിട്ട് പോകുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കണം, ഏത് തരത്തിലുള്ള വികസനം ഇതിനുണ്ടാവണം എന്നുള്ളത് സ്വപ്നം കാണുവാനുള്ള ഒരു സന്ദർഭമാണ്. ഏത് കാര്യവും സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് യാഥാർത്ഥ്യമാകാനായിട്ട് സാധിക്കൂ. ഈ നാടിൻ്റെ മുഴുവനും ഒരു വിളക്കായിട്ടാണ് ദൈവം ഇവിടെ സ്ഥാപിച്ചത്. ഈ നാടിനെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ഇത് ശോഭിക്കുവാനായിട്ട് കഴിയും. പലതരത്തിലുള്ള അന്ധകാരങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. മദ്യപാന ആസക്തി അതൊരു വലിയ ദാരിദ്ര്യത്തിൻ്റെ പോലെ തന്നെ വലിയ ഒരു ഡാർക്ക്നെസ്, ഒരു വലിയ അന്ധകാരമാണ് ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നത് മദ്യാസക്തിയാണെന്നുള്ളത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പത്രവാർത്തകൾ കൊണ്ട് നമുക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മദ്യവിമുക്തമായ അല്ലെങ്കിൽ അതുപോലുള്ളതായ
ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ഗ്രാമമായി നമ്മുടെ ഗ്രാമം തീരുവാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഈ ജൂബിലി സമ്മേളനത്തിൽ നമ്മൾ ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. ദാരിദ്ര്യരഹിതമായിരിക്കുന്ന, പാർക്കുവാനൊരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആരും ഇല്ലാതിരിക്കുന്ന ഒരു ഗ്രാമം, ഒരു കുഞ്ഞിനെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിവില്ലാതിരിക്കുന്ന മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു ഗ്രാമം, അതുപോലെ ചികിത്സിക്കുവാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്നവരില്ലാതാകുവാനുള്ള, അങ്ങനെ എല്ലാ തരത്തിലും നമ്മെ ബാധിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് ഈ പ്രദേശത്തെ മുക്തമാക്കുവാനുള്ളതായ വിളക്കായിട്ട് ഈ ഇടവക തീരണം. അങ്ങനെയുള്ളതായ ആ ഇടവകയുടെ ഭാവിയാണ് നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്. അതിന് നമ്മൾ സ്റ്റേജിൽ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമായില്ല. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. അവരെയല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആത്മീയമായ ചൈതന്യം ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരായ ക്രിസ്ത്യാനികളാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ദൈവവചനം പ്രസംഗിച്ചതോടൊപ്പം സമൂഹത്തിൽ ഏതെല്ലാം കഷ്ടതകൾ ഉണ്ടാവുള്ളവരുണ്ടോ അവരെയെല്ലാം ആശ്വസിപ്പിക്കുന്ന ഒരു യേശുക്രിസ്തുവാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ വിളക്കായി തീർന്ന യേശു എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നാമും ഈ സമൂഹത്തിൻ്റെ വിളക്കായി ഇന്ന് ഈ സമൂഹത്തെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, അനാഥത്വം ഇതെല്ലാം മാറിക്കിട്ടണം. അതിന് നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. നമുക്ക് അത് വർദ്ധിച്ചു വരുന്നതായ കാലഘട്ടത്തിൽ അതിനെതിരെ പ്രവർത്തിക്കുവാൻ, ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാവണം. ഇന്ന് മനുഷ്യനെല്ലാം എന്തെല്ലാം ആർജിച്ചെടുക്കാമോ ആർജിച്ചെടുക്കുക, സമ്പത്ത് കൂട്ടുക, കൂടുതൽ സമ്പത്തുണ്ടാകുന്നതിൽ സന്തോഷിക്കുക എന്നുള്ള ഒരു വിചാരവും പ്രവർത്തന ശൈലിയുമാണ്. അതിൽ നിന്ന് മാറി അതിൽ കൂടിയുള്ളതായ സന്തോഷം, ബാങ്ക് ബാലൻസ് വർദ്ധിക്കുമ്പോൾ കാണുന്ന സന്തോഷം, അതിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നീക്കുവാൻ എൻ്റെ കയ്യിൽ ദൈവം തന്ന പണം കൊടുക്കുമ്പോൾ ആ ദരിദ്രൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് എൻ്റെ സന്തോഷമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മാർത്തോമാ ശ്ലീഹായുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന മക്കളായി നമുക്ക് തീരുവാൻ കഴിയണം. അങ്ങനെ എൻ്റെ ഹൃദയംഗമായ സന്തോഷം മറ്റുള്ളവൻ്റെ മുഖത്ത് വിരിയുന്ന സന്തോഷമാണ്. മറ്റുള്ളവൻ്റെ മുഖത്ത് ദുഃഖമുണ്ടാകുമ്പോൾ എൻ്റെ സന്തോഷത്തിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം. ആ വിവേകത്തോടെ പ്രവർത്തിക്കുവാനായിട്ടാണ് നമ്മുടെ ഈ ജൂബിലി നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളും മാറി സമൃദ്ധമായിരിക്കുന്ന, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ഗ്രാമമായി ഈ ഗ്രാമം തീരുവാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിളക്കാണ് ഈ ഇടവകയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കിടയാവണം. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമുക്കുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സാമച്ചന് ആ കാര്യത്തിലെല്ലാം നിങ്ങളെ ശരിയായ രീതിയിൽ നടത്തുവാൻ കഴിവുള്ള ആളാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ വൈദിക സെമിനാരി പഠിക്കുന്ന കാലത്ത് തന്നെ ആദ്യമായിട്ട് വൈദികർക്ക് ഒരു ഡയറക്ടറി ഉണ്ടാകുവാൻ, വൈദികരെ എല്ലാം മലങ്കര സഭയിലെ വൈദികരെ എല്ലാം പരിചയപ്പെടാനുള്ള ഒരു ഡയറക്ടറി ഉണ്ടാക്കുവാനായിട്ട് അന്ന് വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കൈത്താങ്ങൾ തന്ന് ആ ഡയറക്ടറി യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങേയറ്റം കിണഞ്ഞ് പരിശ്രമിച്ച ഒരാളാണ് സാമച്ചൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ
ആ കാര്യത്തിൽ പ്രത്യേകമായി എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ ഇടവകയിൽ സാധിക്കും. അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം, അതിനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരിശുദ്ധ ബസാലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, വേദിയിൽ അനുഗ്രഹീതരായിട്ടുള്ള ആത്മയ ട്രഷറർ റോണി വർഗീസ് കരിപ്പുഴ, നമ്മളുടെ ക്രിസ്തോസം മർത്തോമ ചർച്ചിലെ വികാരി റെക്സ് തോമസ് അച്ചൻ, റവ് ഫാദർ സാം മാത്യു റോയി CSI ചർച്ച് കരിമുളയ്ക്കൽ, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റു വൈദിക ശ്രേഷ്ഠരെ, ഉന്നത വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള ഇടവക അംഗങ്ങളെ, നാനാജാതി മതസ്ഥരെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഈ പള്ളിയിൽ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പോർട്ട് അവതരണമാണ്. ബഹുമാനപ്പെട്ട കാതോലിക്ക ബാവ ഇവിടെ സമ്മതത്തോടു കൂടി ഞാൻ ആ റിപ്പോർട്ട് സമക്ഷം അവതരിപ്പിക്കുകയാണ്. കരിമുളയ്ക്കൽ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് പരിശുദ്ധ കന്യക മർത്തമറിയാം അമ്മയുടെയും ഭാരതത്തിൻ്റെ അപ്പോസ്തലനും നമ്മുടെ കാവൽ പിതാവുമായ വിശുദ്ധ മർത്തോമാ സ്ലീഹയുടെയും ഇടവക കാവൽ പിതാവ് മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ പരുമല കൊച്ചു തിരുമേനിയുടെയും മലങ്കരെ പരിശുദ്ധന്മാരായി ഇപ്പോൾ മേയിച്ചു ഭരിക്കുന്ന പൗരസ്ത്യ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെയും പരിശുദ്ധ സഭയോടുമുള്ള ഇടവകയുടെ വിശ്വാസവും കൂറും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടവക പൊതുയോഗ സമക്ഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളുന്നു. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ AD 52 ഭാരതത്തിലെ വിശുദ്ധ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിലൊന്നാണ് നിലയ്ക്കൽ സ്ഥാപിതമായത്. മധ്യ തിരുവിതാംകൂറിലെ മർത്തോമൻ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം നിലയ്ക്കൽ നിന്നുള്ള കുടിയേറ്റത്തിൽ ആണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ കുടിയേറിയ ക്രൈസ്തവരുടെ ഒരു കേന്ദ്രമായി കടമ്പനാട് മാറുകയും കടമ്പനാട് പള്ളി ഉണ്ടാകുകയും ചെയ്തു. ഈ പള്ളിയിൽ കൂടി നടന്ന കറ്റാനം, കായംകുളം, കരിമുളയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾ AD 825 കായംകുളത്ത് കാദിശ പള്ളി സ്ഥാപിതമായതോടെ ആ പള്ളിയിലെ അംഗങ്ങളായി വന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അന്നത്തെ മെത്രാപ്പോലിത്തായിരുന്ന ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസോസ് ആശീർവദിച്ച് വിശുദ്ധ സ്തേഫാനോസ് സഹതയുടെ നാമധേയത്തിൽ 1010 ഇടവം 10 കറ്റാനം വലിയ പള്ളി രൂപം കൊണ്ടു. കരിമുളയ്ക്കലുള്ള ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ച് കറ്റാനം പള്ളി ദൂരം കൂടുതലായതിനാലും ആത്മീയ വളർച്ച മതിയായ അളവിൽ ലഭിക്കാതിരിക്കുകയും കത്തോലിക്ക സഭയുടെ സ്വാധീനം കൂടുകയും ഇടവകാംഗങ്ങൾ പലരും അങ്ങോട്ട് പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ കരിമുളയ്ക്കൽ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി ഒരു കുരിശുമൂടും സൺഡേ സ്കൂൾ കെട്ടിടവും കറ്റാനം വലിയ പള്ളി നിർമ്മിച്ചു നൽകി. അന്ന് ഇടവകയിൽ ആത്മീയ പ്രവർത്തനം നടത്തിവന്ന ബഹുമാനപ്പെട്ട ലൂർദുപുരം P. പാപ്പച്ചൻ അവരുടെ നേതൃത്വത്തിൽ കൊട്ടാരംകര അച്ഛൻ എന്ന് വിളിക്കുന്ന പാപ്പച്ചൻ്റെ വസ്തു വാങ്ങിയാണ് പ്രസ്തുത സൺഡേ സ്കൂൾ കെട്ടിടം പണിതത്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ദൈവനാമത്തിൽ സ്മരിക്കുന്നു. ഈ കെട്ടിടം പിന്നീട് ചാപ്പലായി 1982 മെയ് മാസം 4-ാം തീയതി ഉയർത്തപ്പെട്ടു. പിന്നീട് വിശ്വാസികളുടെ ആവശ്യപ്രകാരം ചാപ്പൽ 2000 മാർച്ച് 3-ാം തീയതി സ്വതന്ത്ര ഇടവകയായി ഭാഗ്യ സ്മരണാർഹനായ മാത്യൂസ് മാർ എപ്പിഫാനോസ് മെത്രാപ്പോലീത്ത പ്രഖ്യാപിച്ചു. തുടർന്ന് ഇടവക ജനങ്ങളുടെ പ്രയത്നഫലമായും ഇടവകാംഗമായ ശ്രീ ലൂർദുപുരം പാപ്പച്ചൻ പീൽപോസിൻ്റെ സഹായത്തോട് വടക്കുവശത്തുള്ള 80 സെൻറ്റ് വസ്തു വാങ്ങിയും തുടർന്ന് കാലപ്പഴക്കം കൊണ്ട് ചാപ്പലിൽ ആരാധന നടത്താൻ ബുദ്ധിമുട്ട് അനുഭവിച്ചതിനാൽ ഒരു പുതിയ പള്ളിയെപ്പറ്റി ചിന്തിക്കുകയും 2015 ഒക്ടോബറിൽ കൂടിയ പൊതുയോഗം ഫാദർ IJ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ 5 പേരടങ്ങുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്മിറ്റിയും ട്രസ്റ്റി സെക്രട്ടറി അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കൺവീനർ ഉൾപ്പെടുന്ന
ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും 2012 മെയ് 5-ാം തീയതി ആ പള്ളിയുടെ കട്ടള നിർവഹണം നടത്തുകയും ചെയ്തു. കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ധനസമാഹരണത്തിലൂടെ പള്ളിപ്പണി വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും സാമ്പത്തികമായി സഹായിച്ചത് ഇടവക അംഗമായിരുന്ന വലിയപറമ്പിൽ ശ്രീ പീലിപ്പോസ് പാപ്പച്ചനും ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദൈവനാമത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അങ്ങനെ 2013 നവംബർ 26-27 തീയതികളിലായി ദേവാലയ കൂദാശ പരിശുദ്ധ കാതോലിക്ക ബാവ പൗലോസ് ദ്വിതീയൻ്റെ മറ്റ് പിതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ നടന്നു. ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങൾ 2024 നവംബർ മാസം ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോട് ചേർന്ന് ആരംഭിക്കുകയുണ്ടായി. 2000 ഒരു ഇടവകയായി ആരംഭിച്ച നമ്മുടെ പള്ളി 2025 നിൽക്കുമ്പോൾ നീണ്ട 25 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ രജത ജൂബിലി പ്രഖ്യാപനം 2024 നവംബർ 8-ാം തീയതി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയും മലങ്കര വലിയ മെത്രാപ്പോലിത്തയുമായ അഭിവന്ധ്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലിത്തയുടെയും ഇടവക മെത്രാപ്പോലിത്ത അഭിവന്ധ്യ എബ്രഹാം മാർ എപ്പിപ്പാനോസ് മെത്രാപ്പോലിത്തയുടെയും അനുഗ്രഹ ആശീസ്സോടുകൂടി CMEO നമ്പർ 161/2024 കൽപ്പന പ്രകാരം നടക്കുകയുണ്ടായി. അഭിവന്ധ്യ ഇടവക മെത്രാപ്പോലിത്ത ദൈവത്തിൽ ശരണപ്പെട്ട് 2025-ാം ആണ്ട് ഇടവകയുടെ രജത ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചു. രജത ജൂബിലി പ്രഖ്യാപനത്തിന് ശേഷം ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങൾ ഇടവക മാനേജിംഗ് കമ്മിറ്റി കൂടുകയുണ്ടായി. അതിനുശേഷം രജത ജൂബിലി ആഘോഷങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ജനറൽ കൺവീനർ ആവശ്യമാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ഡിസംബർ 29 ഞായറാഴ്ച ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറായി നടിയത്ത് ജ്യോതിസിൽ ശ്രീ ബാബുനെയും ഏതൻ ശ്രീ മോൻസി മോനച്ചനെയും നിർദ്ദേശിക്കുകയും 5 അംഗങ്ങളുള്ള ഒരു കൺവീനർമാരുള്ള ഒരു കമ്മിറ്റി എടുക്കുകയും ഉണ്ടായി. അതിനുശേഷം രജത ജൂബിലി ആഘോഷ ക്രമീകരണങ്ങൾ കൺവീനറുടെ നേതൃത്വത്തിൽ നടക്കുകയും അതിനുവേണ്ടി ഒരു വിശാലമായ രജത ജൂബിലി ഉണ്ടാകുകയും ഇടവക വികാരി ഡോക്ടർ സാം കുട്ടമ്പേരൂർ ചെയർമാനായും നടിയത്ത് ജ്യോതിസിൽ ശ്രീ ബാബു കെ കൺവീനറായും ദേശത്ത് വട്ടക്കാരൻ വാലുകുറ്റിയിൽ ജോയ്സ് വില്ലയിൽ ജോയ്സ് വി ജോയി അച്ഛനും കണ്ണമ്പള്ളി തക്കതിൽ അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി കുളത്തിൻ്റെ മേലതിൽ ശ്രീ രാജു ബി രക്ഷാധികാരിയായും ഇടവക ട്രസ്റ്റി മോൻസി ഭവനത്തിൽ ശ്രീ മോൻസി മോനച്ചൻ സെക്രട്ടറി തുണ്ടുപറമ്പിൽ ജോമോൻ കെ ചെറിയാൻ എന്നിവരും അതോടൊപ്പം സബ് കമ്മിറ്റി കൺവീനർമാരായും പബ്ലിസിറ്റി അജു യോഹന്നാൻ പബ്ലിസിറ്റി കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായി കല്ലുംപുറത്ത് ശ്രീമതി അനു കെ ബിജുവിനെയും കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കരിമുളക്കൽ പ്രദേശത്തെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഏറെ നന്മകൾ ചെയ്യണമെന്നൊരു പൊതുവികാരം രജത ജൂബിലി കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ വിവിധ കർമ്മ പദ്ധതികൾ താഴെ പറയുന്ന പ്രകാരമാണ്. ആദ്യമായി നമ്മൾ സംയുക്ത ക്രിസ്മസ് റാലിയാണ് നടത്തിയത്. നമ്മുടെ 2024 ക്രിസ്മസ് കാലത്തോട് ചേർന്ന് ചാരുമൂട്, താമരക്കുളം, കരിമുളയ്ക്കൽ പ്രദേശങ്ങളിലെ വിവിധ ക്രൈസ്തവ സഭകളിലെ ദേവാലയങ്ങളെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ചാരുമൂട് ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫെലോഷിപ്പ് രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇടവകയുടെ ആതിഥേയത്തിൽ ചാരുമൂട് സെൻറ്റ് മേരീസ് ലാറ്റിൻ പള്ളിയിൽ നിന്ന് കരിമുളയ്ക്കലെ ഒരു സംയുക്ത ക്രിസ്മസ് റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. ആദ്യഫല പെരുന്നാളും കുടുംബസംഗമവും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയുടെ ആദ്യഫല പെരുന്നാളിനോട് ചേർന്ന് കുടുംബസംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ അഭിമാനവും കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച വ്യാവസായിക്കുള്ള അവാർഡ് ആയിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ അടൽ സമ്മാൻ സമരാഹു അവാർഡ് നേടിയ സുപ്രീം അലൈഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബെന്നി ജോർജ് ആദ്യഫല പെരുന്നാളും കുടുംബസംഘവും ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പള്ളിയുടെ നവീകരണവും ഇൻ്റർലോക്കിംഗ് പ്രവർത്തനങ്ങളും ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗമായി 2025 ഫെബ്രുവരി 2-ാം തീയതി ഇടവക വികാരി ഫാദർ സാം കുട്ടമ്പേരൂർ അച്ഛൻ്റെയും മാവേലിക്കര ഭദ്രാസനത്തിലെ ചാരിറ്റി പ്രവർത്തനമായ പൗലോസ് മാർ പക്കോമിയസ് കാരുണ്യഭവൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വന്ധ്യ സഞ്ജു മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടുകൂടി ഇൻ്റർലോക്കിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനമായി നമ്മൾ നടത്തിയ ചില ചികിത്സാ നിർണയ ക്യാമ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ക്യാൻസർ രോഗനിർണയ ക്യാമ്പ്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ ഇടവകയിലെ മർത്തമറിയാം സമാജം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 മാർച്ച് മാസം 3-ാം തീയതി കേരള ആരോഗ്യവകുപ്പിൻ്റെയും ചുനക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടന്നു. ധാരാളം കരിമുളയ്ക്കൽ പ്രദേശ നിവാസികൾക്ക് മെഡിക്കൽ ക്യാമ്പിൻ്റെ സേവനം ലഭിക്കുകയുണ്ടായി. തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യവും ഒരുക്കി നൽകുന്നതിന് സാധിച്ചു. 5.
നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സേവനത്തെ ലക്ഷ്യമാക്കി നമ്മൾ നടപ്പാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തെളിനീർ കുടിവെള്ള പദ്ധതി. വേനൽക്കാലത്ത് ധാരാളം വിദ്യാർത്ഥികളും കരിമുളക്കൽ ദേശനിവാസികളും കുടിവെള്ളത്തിൻ്റെയും വേനലിൻ്റെയും പ്രശ്നങ്ങൾ നേരിടുന്നത് മനസ്സിലാക്കി കരിമുളക്കലിലെ ദേശനിവാസികൾ, വിദ്യാർത്ഥികൾ, ലോട്ടറി കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്ക് കുടിവെള്ളം സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടി തെളിനീർ കുടിവെള്ള പദ്ധതി ക്രമീകരിക്കുകയുണ്ടായി. ഈ കുടിവെള്ള പദ്ധതിക്ക് സഹായകമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ ഈ സമയത്ത് നമ്മൾ സ്മരിക്കുന്നു. നേത്ര ചികിത്സാ ക്യാമ്പ്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കരിമുളക്കൽ സെൻറ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പും ചുനക്കര സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും ചേർന്ന് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തി. കരിമുളക്കൽ പ്രദേശത്തെ 8, 9, 10 വാർഡുകളിലെ ധാരാളം നിവാസികൾക്ക് മെഡിക്കൽ ക്യാമ്പിൻ്റെ സഹായവും പ്രയോജനവും ലഭിക്കുകയുണ്ടായി. ലഹരി വിമുക്ത ക്ലാസ്. നമ്മുടെ കേരളത്തിലെ യുവതലമുറയും ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത് സഭയും സമൂഹവും ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടവകയുടെ OVBS സമാപനത്തോട് ചേർന്ന് 2025 ഏപ്രിൽ 25 ലഹരി വിരുദ്ധ മാർഗനിർദ്ദേശ ക്ലാസും ലഹരി പ്രതിജ്ഞയും സംഘടിപ്പിക്കുകയുണ്ടായി. നൂർനാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി മിഥുൻ സാർ ലഹരി വിരുദ്ധ മാർഗനിർദ്ദേശ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി ലഹരി മുക്ത ക്ലാസ് നൽകി. OVBS കുഞ്ഞുങ്ങളും അധ്യാപകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. ആരാധനാ പഠന ക്ലാസ്. ഇടവക അംഗങ്ങൾ വിശുദ്ധ മതബകയിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടി ആരാധനാ പഠന ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. 2025 മെയ് മാസം 9 ഇടവക മുൻവികാരി ഡാനാപ്പടി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയായ വന്ധ്യ പ്രസാദ് മാത്യു അച്ഛൻ്റെയും ദേശത്ത് പട്ടക്കാരനും വന്ധ്യ ജെയിംസ് വി ജോയി അച്ഛൻ്റെയും ആരാധനാ ഗീതങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ആരാധനാ ഗീതങ്ങൾ പഠിപ്പിച്ചത്. ഇന്നും ഈ പ്രദേശത്തിന് ഗുണകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MGM തയ്യൽ പരിശീലന കേന്ദ്രമാണ് അടുത്തത്. ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സമൂഹത്തിലെ നിർധനരായ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ MGM തയ്യൽ പരിശീലനം കേരള നിയമസഭയിലെ യുവമുഖവും യുവജന നേതാവുമായ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ ആദരണീയനായ നിയമസഭാ സാമാജികൻ ബഹുമാനപ്പെട്ട MS അരുൺകുമാർ MLA നാടിനു വേണ്ടി ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആദരണീയനായ സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ മുഖ്യ പ്രഭാഷണവും നടത്തി. തയ്യൽ പരിശീലന കേന്ദ്രം യാഥാർത്ഥ്യമാക്കാൻ ചെറുതും വലുതുമായി കൈത്താങ്ങുകൾ നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷവും സൈനിക ആദരിക്കലും. ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യത്തിനു വേണ്ടി അഹോരാത്രം സേവനം ചെയ്ത ഇടവകയിലെ സൈനികരെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടവകാംഗ അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടിയെയും ആദരിച്ചു. ഭാരത സൈന്യത്തിൽ അനേക വർഷം പ്രവർത്തിച്ച് രാജ്യത്തിനു വേണ്ടി അഹോരാത്രം സേവനം ചെയ്ത കേണൽ ഡോക്ടർ ജിജി മാത്യൂസ് ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. ഈ പ്രവർത്തനത്തിൽ ഏറെ പരിശ്രമിച്ച യുവജന പ്രസ്ഥാനത്തോടും കൈത്താങ്ങുകൾ നൽകിയവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. യുവജന വാരാഘോഷവും കുടുംബസംഘവും. 2025 സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ 7 വരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്ര യുവജന പ്രസ്ഥാനത്തിൻ്റെയും നിർദ്ദേശപ്രകാരം യുവജന വാരാഘോഷങ്ങളുടെ ഭാഗമായി ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി യുവജന വാരാഘോഷം സംഘടിപ്പിച്ചു. യൂത്ത് കോൺക്ലേവ്. ഇടവകയുടെ രജത ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനവുമായി ചേർന്നുകൊണ്ട് 2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചു. പുതിയ ആകാശവും പുതിയ ഭൂമി, ഭാവിയിലേക്ക് യുവതയുടെ കുതിപ്പ് എന്ന വിഷയത്തിൽ യുവജന നേതാക്കളായ ശ്രീമതി ചിന്ത ജെറോം, ശ്രീ അബിൻ വർക്കി, ശ്രീ സന്ദീപ് വധസ്പതി എന്നിവർ സംവാദത്തിൽ പങ്കുചേർന്നു. കോട്ടയം ബസാലിയോസ് കോളേജ് മലയാളം വിഭാഗം ഡോക്ടർ വി തോമസ് കുരുവള സാർ മോഡറേറ്ററായി പ്രവർത്തിച്ചു. മാവേലിക്കര ഭദ്രാസനത്തിലെ വിവിധ ഇടവകളിൽ നിന്നും ധാരാളം യുവജനങ്ങൾ യൂത്ത് കോൺക്ലേവിൽ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളിലൂടെ കടന്നുപോയ യൂത്ത് കോൺക്ലേവ് മലങ്കര സഭയിലെ യുവജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യത നേടി. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ സഹായിച്ച യുവജന പ്രസ്ഥാനം ഭദ്രാസന കമ്മിറ്റിയോടും ഇടവക യുവജന പ്രസ്ഥാനത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബാലസമാജം ഭദ്രാസന വാർഷിക സമ്മേളനവും. 2025 മെയ് 16 ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലസമാജം ഭദ്രാസന വാർഷിക സമ്മേളനം നമ്മുടെ ഇടവകയിൽ വെച്ച് നടക്കുകയുണ്ടായി. മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലിത്ത വന്ധ്യ എബ്രഹാം മാറപ്പിപ്പാനോസ് മെത്രാപ്പോലിത്ത വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഭദ്രാസനത്തിലെ 40ഓളം ഇടവകളിൽ നിന്നും 500ഓളം കുഞ്ഞുങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. പള്ളി നവീകരണവും പെയിൻറ്റിങ്ങും അറ്റകുറ്റപ്പണികളും. ഇടവകയുടെ രജത ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി 2025 സെപ്റ്റംബർ മാസം 9 മുതൽ ഒക്ടോബർ 31 വരെയുള്ള ദിവസങ്ങളിൽ പള്ളിയുടെ മുഖവാരം, വശങ്ങൾ, പള്ളിക്കകം, മദ്ബഹ,
ആ പള്ളി ഓഫീസ് മതിലുകളെല്ലാം പെയിൻ്റ് അടിച്ച് മനോഹരമാക്കി. അതോടൊപ്പം വിശുദ്ധ മദ്ബഹായിലുള്ള ചിത്തോലകൾ, മറകൾ എന്നിവയെല്ലാം മാറ്റി സ്ഥാപിച്ചു. അതോടൊപ്പം വിശുദ്ധ മദ്ബഹായിലെ ഒരു AC സ്ഥാപിക്കുവാനും കഴിഞ്ഞു. ഈ ക്രമീകരണങ്ങൾക്ക് ആവശ്യമായും ചെറുതും വലുതുമായ കൈത്താങ്ങുകളും സഹായങ്ങളും നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പരുമല പദയാത്ര 2020 നവംബർ 31 രാവിലെ 5 മണിക്ക് പരിശുദ്ധ പരുമല തിരുമേനിയുടെ കർമ്മങ്ങളിലേക്കുള്ള പദയാത്ര ഇടവക യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വത്തിൽ ഭക്തിയാദരവപൂർവ്വം നടന്നു. നാനാജാതി മതസ്ഥരായ അനേകം പദയാത്രികർ അതിൽ പങ്കെടുത്തു. നവംബർ 1 നിലക്കൽ ഭദ്രാസനത്തിലെ ഡോക്ടർ ജോഷ്മ മാർ നിക്കോദിമോസ് തിരുമേനി കൊടിയേറ്റ് കർമ്മവും നിർവഹിച്ചു. വിശുദ്ധ പെരുന്നാൾ 4, 5, 6 തീയതികളിൽ രാവിലെ വിശുദ്ധ കുർബാനയും പരിശുദ്ധ തിരുമേനി നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കുകയുണ്ടായി. മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺ സീപ്പൻ, വള്ളികുന്നം സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി മാത്യു വി തോമസ്, ദേശത്ത് വട്ടക്കാരൻ ജോയിസ് വി ജോയി എന്നിവ വൈദിക ശ്രേഷ്ഠ കുർബാന അർപ്പിച്ചു. രജത ജൂബിലിയുടെ സമാപനം 2025 നവംബർ 7 കരിമുളക്ക സെൻറ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക ഒരു സ്വതന്ത്ര ഇടവകയായി മാറിയിട്ട് 25 സുവർണ്ണ വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ ഇടവകയും കരിമുളയ്ക്കൽ ദേശവും കഴിഞ്ഞ ഒരു വർഷക്കാലം വിവിധ കർമ്മപരിപാടികൾ ആഘോഷിച്ചു വന്ന ഇടവകയുടെ രജത ജൂബി ആഘോഷങ്ങളുടെ സമാപനത്തോട് ചേർന്ന് വിശുദ്ധ കുർബാന മലങ്കര മെത്രാപ്പോലീത്തയും കിഴക്കിൻ്റെ കാതോലിക്കയുമായ പരിശുദ്ധ ബത്താലിയോസ് ബാർത്തോമ മാത്യു സ്ഥിതിയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യ ശുശ്രൂഷ വകുപ്പ് വീണ ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരുന്നാൾ കുർബാന 2025 നവംബർ 8 ഇടവകയുടെ പ്രധാന പെരുന്നാൾ ശുശ്രൂഷകൾ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ഭദ്രാസന മെത്രാപ്പോലീത്ത വിദ്യ എബ്രഹാം മാർ എപ്പിഫാനോസ് മെത്രാപ്പോലീത്തയുടെയും മുഖ്യ കാർമ്മികത്വത്തിലും നമ്മുടെ ഇടവക ചാപ്പൽ ആയിരുന്ന കാലത്തെ മുൻപ് കാര്യമാരായ വേരി തോമസ് മുട്ടുവേലി കോർപ്പിസ്കോവ ഫാദർ വർഗീസ് ഇടവക സഹകാർമ്മികത്വത്തിൽ നടന്നു. ശ്ലൈക വാഴ്വ പ്രദക്ഷിണം, സ്നേഹവിരുദ്ധ കൊടിയിറക്ക് എന്നിവ നടന്നു. ശേഷം വൈകുന്നേരം ലക്കിയെടുപ്പ് നറുക്കെടുപ്പ്, തിരുവനന്തപുരം കരുണ തിയേറ്റർ അവതരിപ്പിക്കുന്ന രക്ഷകൻ ബൈബിൾ നാടകവും ദേശവാസികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. നന്ദി. രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വലുതും ചെറുതുമായും കരുതലും കൈത്താങ്ങുമായും നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും നാട്ടുകാർ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും ആശംസകൾ പറയുന്നതിന് മുമ്പ് പരിശുദ്ധ ബാവാ തിരുമനസിനുകൊണ്ട് തിരികെ ദേവലോകത്തേക്ക് പോകണം എന്നുള്ളതിനാൽ ഏതാനും പേർക്ക് മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ബാവാ തിരുമനസുകൊണ്ട് മൊമെൻറ്റോ നൽകി ആദരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ, മലയാള മനോരമയുടെ പ്രവർത്തകൻ അനിൽ പി ജോർജ്, മാതൃഭൂമി രാജേഷ് കുമാർ, റിപ്പോർട്ടർ ചാനൽ അനീസ് മാലിക്, എളുപ്പെടുക്കും, മംഗളം പത്രത്തിൻ്റെ ജമാൽ എസ്, മാധ്യമം പത്രത്തിൻ്റെ വള്ളികുന്നം പ്രഭ, ജനയുഗത്തിൻ്റെ എ ബൈജു, ദേശാഭിമാനിയുടെ ആർ ബിനു, CD നെറ്റിൻ്റെ ഷേജരാജ്, വീക്ഷണത്തിൻ്റെ റെന്നി തോമസ്, കേരള കൗമുദി വിദ്യ പീയൂഷ്, '24 പ്രാദേശിക റിപ്പോർട്ടർ ഷമീർ ചാരിമൂട്, മീഡിയ സെന്ററിൻ്റെ ശ്രീറാം ഉണ്ണികൃഷ്ണൻ, ദൃശ്യ TVയുടെ ഭാവിസ് വിജയൻ, മലനാട് മീഡിയ അനീഷ് ചുനക്കര, ജന്മഭൂമിയുടെ മോഹൻ പിള്ള, ബി ന്യൂസിൻ്റെ ശ്രീകുമാർ കോന്നി, അടുത്തത് 2 എൻഡോമെൻ്റാണ്. ഇടവകയിലെ കല്ലുംപുറത്ത് ബിനു കുഞ്ഞുമോൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡും മൊമെൻറ്റോയ്ക്കും അർഹരായത് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുമാരി അക്സ മേരി അജി.
കണ്ണമ്പള്ളി തെക്കേതിൽ എം കുഞ്ഞപ്പി ആൻഡ് ചിന്നമ്മ കുഞ്ഞപ്പി മെമ്മോറിയൽ ക്യാഷ് അവാർഡ് +2 SSLCക്കുമാണ്. +2 അർഹത നേടിയത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ റിയ എലിസബത്ത് സണ്ണി. SSLCക്ക് 2 പേർക്കാണ്. ശ്രീ ഏബൽ കെ ബിജു, ശ്രീ അലൻ കെ ബിജു. നമ്മൾ അങ്ങോട്ട് നോക്കി. ഈ ഇടവകയിൽ 2000 മുതൽ ട്രസ്റ്റിമാരും സെക്രട്ടറിമാരുമായിരുന്നവരെ വിളിക്കുന്നു. എസ് തങ്കച്ചൻ, ശ്രീയേശു സദനം. അദ്ദേഹം വയ്യാതെ കിടക്കുകയാണ്, അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതാണ്. 2000-2001 സെക്രട്ടറി ബാബു കെ നെടിയത്ത് ജ്യോതിസ്. 2001-2002 പാപ്പച്ചൻ ലൂർദ്പുരം. സെക്രട്ടറി കെ പാപ്പച്ചൻ പുത്തൻ പീടികയിൽ. ഇല്ല, പാപ്പച്ചൻ ലൂർദ്പുരം, കെ പാപ്പച്ചൻ പുത്തൻ പീടികയിൽ. രണ്ടുപേരും കാലം ചെയ്തു പോയതാണ്. 2002-2003 മാമൂട്ടിൽ MO ചെറിയാൻ ട്രസ്റ്റി. സെക്രട്ടറി എസ് ജോൺ നെടിയത്ത്. അദ്ദേഹം ട്രസ്റ്റിയായി സെക്രട്ടറി ആയിട്ടും പല വർഷങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എസ് ജോൺ നെടിയത്ത്. ഇത് അമ്മാമ്മ, അത് മാമൂട്ടിൽ ചെറിയാൻ്റെ അമ്മാമ്മ. 2011-12, 2004-2005 തുടങ്ങി 5 വർഷം എസ് ജോൺ. അമ്മച്ചി അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അടുത്തത് ലൂർദ്പുരം തോമസ് പാപ്പി. അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല, അദ്ദേഹത്തിനും വീട്ടിൽ കൊടുക്കുന്നതാണ്. വല്യത്ത് കിഴക്കേതിൽ ശ്രീ ജോയി ഡാനിയൽ, നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് ജോയിച്ചാൻ. ട്രസ്റ്റിയായും ജോയിച്ചാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 2005-2006 കണിയാംതറയിൽ ജോർജ് ജോസഫ് ട്രസ്റ്റിയായി 2 തവണ ഇരുന്നിട്ടുണ്ട്. അടുത്തത് കർത്താശ്ശേരിൽ റോയി ജെ, റോണി വില്ല, ജോർജ് ജോസഫ്. അടുത്തത് ഇടപ്പുരയിൽ ബിനു വില്ലയിൽ O ജോർജ് കുട്ടി. 2006-2007 കാലഘട്ടത്തിൽ ട്രസ്റ്റി. അതുപോലെ 2010-11, 2013-14 കാലങ്ങളിൽ ട്രസ്റ്റിയായി പ്രവർത്തിച്ച O ജോർജ് കുട്ടി. സെക്രട്ടറിയായി പ്രവർത്തിച്ചത് കുളത്തിൻ്റെ മേലേതിൽ രാജു ബി. 2010-2011, 2005-2006 ഇപ്പോൾ ട്രസ്റ്റിയായിട്ടും പ്രവർത്തിക്കുന്നു. രണ്ടായിരത്തി 12-13 കുഞ്ഞുമോൻ മാത്യു ലൂർദ്പുരം ട്രസ്റ്റി. സെക്രട്ടറി ഇടപ്പുരയിൽ റോണി ഭവനത്തിൽ O രാജു. 2015-16 കാലഘട്ടത്തിൽ ട്രസ്റ്റിയായി മോൻസി ഭവനത്തിൽ മോൻസി മോനച്ചൻ. അദ്ദേഹം 5 പ്രാവശ്യം ട്രസ്റ്റിയായിട്ടിരുന്നിട്ടുണ്ട്. 2015-16, 19, 20, 20, 21, 23, 24, 24, 25. സെക്രട്ടറിയായി പ്രവർത്തിച്ചത് ഇടപ്പുര വടക്കേതിൽ പ്രിൻസ് മോൻ എ. രാജാൻ പ്രിൻസ് മോൻ 2015-16, 19, 20, 20, 21 വർഷങ്ങളിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 16-17 കൈമൂട്ടിൽ ശ്രീ KV മാത്യു. 2016, 17, 17, 18 2 വർഷക്കാലം ട്രസ്റ്റിയായും
സെക്രട്ടറിയായി പ്രവർത്തിച്ചത് തമ്പാൻ സാമുവൽ ശില്പാലയം 2016, 17, 17, 18 2 വർഷക്കാലം സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അടുത്തത് നെടിയത്ത് ജ്യോതിസ് ഹൗസിൽ ശ്രീ കെ ജോർജ് കുട്ടി 2018, 19, 13, 14 ട്രസ്റ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിലെ സെക്രട്ടറി കാനാവിൽ BJ ബാബു. 2021-22 കാലഘട്ടത്തിൽ ഇടപ്പുരയിൽ ഷേബ ഭവനത്തിൽ ശ്രീ മൈക്കിൾ സാമുവൽ ട്രസ്റ്റിയായി പ്രവർത്തിച്ചു. 21, 22, 22, 23 കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് മനക്കൽ റിവിൻ വില്ലയിൽ ശ്രീ അലക്സാണ്ടർ എം എ. തുണ്ടുപറമ്പിൽ പടിയിറ്റതിൽ ജോമോൻ കെ ചെറിയാൻ 2 വർഷം സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 23, 24, 24, 25. പുതുക്കാട്ട് പടിയിറ്റതിൽ ജി രാജു. അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നതിനാലാണ് ജോമോൻ വന്നതും പിന്നീട് ഒരു തവണയൂടെ ഇരുന്നിട്ടുള്ളത്. ഇനിയും ഏതാനും ചിലതൂടെയുള്ളത്. മികച്ച കർഷകന് ഉള്ള അവാർഡ് ഇപ്രാവശ്യം നമ്മുടെ ചുനക്കര പഞ്ചായത്തിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും 2 അവാർഡുകൾ നേടിയിട്ടുള്ള കെ ജോർജ് കുട്ടിയെ ഈ സമയത്ത് മൊമെന്റോ നൽകി ആദരിക്കുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇപ്രാവശ്യം പങ്കെടുത്ത ധീര ജവാനായി പ്രഖ്യാപിച്ച് മാമൂട്ടിൽ ജിൻസി ഭവനത്തിൽ ജേക്കബ് ചെറിയാൻ. ഇനിയും നമുക്ക് നൽകാനുള്ളത് ഈ ഇടവകയുടെ രജത ജൂബിലി ആഘോഷം തുടങ്ങിയ സമയത്ത് നമുക്ക് കൈത്താങ്ങൽ തന്ന ഇടവകയിലും ഇടവകയ്ക്ക് പുറത്തുമുള്ള ഏതാനും പേരെ ആദരിക്കാനായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ചുനക്കര മർത്തോമ ഇടവകയിൽപ്പെട്ട ബെന്നി ജോർജ് പാളയം കെട്ടിവിളയിൽ, മാനേജിംഗ് ഡയറക്ടർ, സുപ്രീം അലൈഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബോംബെ. അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസർ ഇപ്പോൾ അത് വാങ്ങുന്നു. 2, ബോംബെ, എറണാകുളം, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ MGM പ്രിന്റ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി റെന്നി ഫിലിപ്പോസ് പുത്തൻപറമ്പിൽ. നമുക്ക് തയ്യൽ സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ട കൈത്താങ്ങൽ നൽകിയത് റെന്നിയാണ്. അതുപോലെ നമ്മുടെ വേറെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. നമ്മുടെ ഈ സ്ഥലം ഇൻ്റർലോക്ക് ഇടാൻ 1 ലക്ഷം രൂപ നൽകി നമ്മളെ സഹായിച്ച വെട്ടിക്കാട്, കറ്റാനം വെട്ടിക്കോട് തെക്കിഴയത്ത് നസ്രത്ത് ഹൗസിൽ ശ്രീ കോശി ബ്ലസൻ, അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ ഇപ്പോൾ അത് വാങ്ങുന്നതാണ്, ഷൈൻ. അടുത്തത് നമ്മുടെ ഇടവക അംഗം തന്നെയാണ്, ബോംബെ ഇപ്പോൾ ഡോംബുവിലി ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയായും ഈ ഇടവകയെ ഏറെ സഹായിക്കുന്ന ആലുമൂട്ടിൽ ശാന്തി വില്ലയിൽ ശ്രീ തമ്പാൻ ജോൺ. നമ്മുടെ ഈ ദേവാലയം പെയിൻറ് ചെയ്ത് നമ്മളെ ഏറ്റവും ഭംഗിയാക്കി തീർത്ത പ്രിയപ്പെട്ട ഷാജി പത്തനാപുരം, അദ്ദേഹം ഈ മറ്റെല്ലാവരെക്കാളും ഏറ്റവും കുറച്ച് തുകയ്ക്ക് ഇത് മനോഹരമായി നമുക്ക് പെയിൻറ് ചെയ്ത് ഭംഗിയാക്കി തന്നതിലുള്ള ഷാജിയോട് ഉള്ള നന്ദിയും സ്നേഹവും കൃത്യമായിട്ട് അറിയിക്കുന്നു. ഇത്രയുള്ളത്. ഏതാ അത് പിന്നെ കൊടുത്താൽ രജത ജൂബിലി ആഘോഷിച്ച
അതിൻ്റെ കമ്മിറ്റിക്കാർക്ക് ഏതാനും പേർ കൂടെ ഇത് കൊടുക്കാനായിട്ടുണ്ട്. ജനറൽ കൺവീനർ ബാബു കെ, ജോയിന്റ് കൺവീനർ മോൻസി മോനച്ചൻ, ശ്രീ സണ്ണിക്കുട്ടി കെ, ജോയ്സ് അച്ഛൻ്റെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് മേടിച്ചു. അടുത്തത് അജു യോഹന്നാൻ, ജോയ്സ് അച്ഛൻ്റെ അമ്മ. അടുത്തത് ജിബിൻ കെ ബിജു കല്ലുംപുറത്ത്, അനു ബിജു കല്ലുംപുറത്ത്. നമ്മുടെ ഇടവയെ എത്രയും ആത്മീയമായി ഉയർത്തി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മീയ പിതാവ് അഭിനന്ദനായ ഡോക്ടർ സാം കുട്ടമ്പേരിൽ അച്ഛന് ഇപ്പോൾ പരിശുദ്ധ ബാബ മനസ്സുകൊണ്ട് മൊമെൻ്റ് നൽകി ആദരിക്കുന്നു. എ ബൈജു ജനയുഗത്തിൻ്റെ ആൾ എത്തിയിട്ടുണ്ട്. കൊടുത്തു. പരിശുദ്ധ അത് നാളെ സൊവനിയർ പ്രകാശനം നാളെ എപ്പിഫാനസിൽ പേരോട് നിർവഹിക്കും. അഭ്യുന്ത്യ തിരുമനസ്സിന് ധൃതിയുള്ളതുകൊണ്ടാണ് പോകുന്നത്. മീറ്റിംഗ് പിരിച്ചുവിടുന്നില്ല. ബാക്കിയുള്ളവർ ആശംസകൾ അറിയിച്ചിട്ട് മാത്രമേ തീരുകയുള്ളൂ. തിരുമനസ്സിന് എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്നേ. അടുത്തത് ആശംസ അറിയിക്കുവാനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് ഇപ്പോൾ സംസാരിക്കുന്നു. അവിടെ ഇരുന്നങ്ങ് പറഞ്ഞു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഈ യോഗത്തെ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്ത് തിരക്കുകളുടെ കാരണത്താൽ ഇപ്പോൾ പോകുന്ന പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷനും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിത്തയുമായ മോറാൻമാർ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ ബാബാ തിരുമേനി, ഈ യോഗത്തെയും ഈ ഇടവകയെയും ഏറ്റവും സ്നേഹത്തോടെ നയിക്കുന്ന ഇടവകയുടെ വികാരി സാംകുട്ടം പേരൂരച്ഛൻ, ഇവിടെ ആയിരിക്കുന്ന ചുനക്കര സ്വദേശിയും അടൂർ ഭദ്രാസന ഇടവകളുടെ വികാരിയുമായിരിക്കുന്ന എന്നെ ഏറ്റവും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ജോണച്ചൻ, നമ്മുടെ സമീപ ഇടവകയിലെ 2 മർത്തോമ ഇടവകളിലെ വികാരി അച്ഛന്മാരിവിടുണ്ട്. ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും ഇത്ര തിരക്കുകളുണ്ടെങ്കിലും ഇത്രയും നേരം നമ്മളോട് ആയിരിക്കുന്ന പ്രിയ വൈദിക ശ്രേഷ്ഠരെ ഓർക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, ശതാബ്ദി ആഘോഷത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരുപടി നേതാക്കന്മാരുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. രാവിലെ നിങ്ങൾക്ക് എന്താണ് തന്നേന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഒരു പഴംപൊരിയും ചായയുമാണ്. പിന്നെ ചോദിച്ചു ഇനി ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും നല്ല ഊണ് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പ്രസംഗം തീർത്താൽ ഊണ് റെഡിയാകത്തില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് പ്രസംഗം തീർക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ വരുവാനും. ദേവാലയത്തിൻ്റെ ചരിത്രം വെറും 25 വർഷമല്ല. ദേവാലയമായി സഭ പ്രഖ്യാപിച്ചിട്ട് 25 വർഷമായെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ ഒരു സൺഡേ സ്കൂളായും, പിന്നീട് മാസത്തിലെ കുർബാനകളായും, പിന്നീട്
25 വർഷം മുമ്പ് ഇതൊരു ഭദ്രാസനത്തിലെ പള്ളിയായും പ്രഖ്യാപിച്ച് കരിമുഖതളക്കൽ പ്രദേശത്ത് ആത്മീയമായി ചൈതന്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപിടി ജനങ്ങളുടെ സന്തോഷമാണ് ഇന്നിവിടെ പൂവണിയുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധ ബാബാ തിരുമേനിയും അതുപോലെ തന്നെ നമ്മുടെ വികാരി അച്ഛനും പറഞ്ഞു, ബാല്യം കഴിഞ്ഞു, യൗവനത്തിലാണ്, യൗവനം നിറവിലായിരിക്കുന്ന ഈ ദേവാലയം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കാം, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു ദേവാലയം എന്തിനാണെന്ന് ചോദിച്ചാൽ ദേവാലയം ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ദേവാലയം ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. വ്യക്തിപരമായ സുഖങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ അപ്പുറമായി മലങ്കര നസ്രാണികളുടെ ആരാധന സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളവും ദേശത്തിൻ്റെ അഭിമാനമാണ് ദേവാലയം. ഞാൻ എപ്പോഴും ചിന്തിക്കും, KP റോഡിലെ കായംകുളം പുനലൂർ റോഡിലെ അങ്ങ് തുടക്കം മുതൽ KP റോഡിൻ്റെ ആരംഭം മുതൽ KP റോഡിൻ്റെ അവസാനം വരെ നോക്കിയാൽ എന്തും വേണ്ടി ദേവാലയങ്ങളാണ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. റോഡിൻ്റെ അറ്റത്തിങ്ങനെ നിൽക്കുകയാണ്. എന്ത് മനോഹരമായ ഇതൊരു സാക്ഷ്യമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ സാക്ഷ്യമുള്ളതാണോ എന്ന് ചിന്തിക്കണം അല്ലേ? രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് സഭയിലെ ചെറുപ്പക്കാരെല്ലാം വിദേശത്ത് പോകുന്നു, സഭ എന്തോ ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിച്ചു, സഭയുടെ ചെറുപ്പക്കാർ വിദേശത്ത് പോയാൽ ഇടവകയിലും കുടുംബങ്ങളിലും കുട്ടികൾ കുറയുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മുടെ ഇടവകകളിലും നമ്മുടെ കുടുംബങ്ങളിലും യുവതലമുറകൾ കുറയുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ഒരു മൃതശരീരം അടക്കത്തിൽ പങ്കെടുത്തു. അപ്പം വളരെ ചിട്ടയായി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ എല്ലാവരുടെയും കഴുത്തിൽ ഇങ്ങനെ ടാഗ് കിടപ്പുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂണറൽ ഒരു കമ്പനിയാണ്, അടക്കം നടത്തുവാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ട് ഇപ്പം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കും? സാറേ, മരിച്ചെന്നറിഞ്ഞാൽ മതി, ഞങ്ങൾ മോർച്ചറി കൊണ്ടുവെക്കും, ഞങ്ങൾ ലൈവ് ഇടും, കരയാൻ ആളെ കൊണ്ടുവരും, പാട്ട് പാടാൻ ആളെ കൊണ്ടുവരും, തിരുമേനിമാരെയും അച്ഛന്മാരെയും ബുക്ക് ചെയ്യും. ഇല്ലേ? നമ്മുടെ ആത്മീയ ജീവിതമാണ്. മോൻ അമേരിക്കയിൽ ഇരുന്ന് ലൈക്ക് ഇടും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോൻ വരാഞ്ഞത്? ഒരു 2 ആഴ്ച മുമ്പ് പപ്പായെ കണ്ടിട്ട് പോയതാ. ഇപ്പം അവൻ അമേരിക്കയിലുണ്ട്, അവൻ ലൈവ് കാണുന്നുണ്ട്, ലൈവിലിരുന്ന് അവൻ ലൈക്ക് ഞെക്കിക്കൊണ്ടിരിക്കുക. സ്വന്തം അപ്പന്റെയും അമ്മയുടെയും അടക്കത്തിന് അമേരിക്കയിൽ ഇരുന്ന് ലൈവ് ഇടുന്ന ഒരു തലമുറയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷേ ഈ ഇടവകയുടെ സ്ഥാപകനും ഈ ഇടവകയുടെ എല്ലാമെല്ലാമായ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല തിരുമേനി, ഇപ്പോഴും നമ്മൾ വിളിക്കുന്ന പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി എന്നാണ്. കാരണം ചെറിയ പ്രായത്തിൽ വെറും 54 വയസ്സിൽ വേദനയോടെയും പട്ടിണിയോടെയും ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് 123 വർഷം കഴിയുമ്പോഴും ആ പരിശുദ്ധ പിതാവിനെ നാം ഓർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ടല്ല, റീലിട്ടത് കൊണ്ടല്ല, ലൈക്ക് ഇട്ടത് കൊണ്ടല്ല. തൻ്റെ ജീവിതത്തെ പ്രാർത്ഥന എന്ന വലിയ ഉപവാസത്തോടെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ ജീവിതമില്ല. ഇവിടെ 1-2 അമ്മച്ചിമാരിപ്പുണ്ട്, ചട്ടയും ഉണ്ട്, എന്ത് രസമാണ് കാണാൻ അല്ലേ? ഇനി ഇപ്പൊ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ അപ്പൊ ഈ ചട്ടയിട്ട് അപ്പച്ചനും അമ്മച്ചിമാരെയും കാണാൻ പറ്റുമോ? ഇല്ലേ? നിങ്ങളെല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചു, നേരെ സന്തോഷമുണ്ട്. വെള്ള വസ്ത്രം എന്ന് പറയുന്നത് മലങ്കര നസ്രാണികളുടെ അടയാളമാണ്. എന്തുകൊണ്ടാണ് വെള്ള വസ്ത്രം ധരിക്കുന്നതെന്ന് അറിയാവോ? വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ? ഇല്ലേ? കറ വീഴും. വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലേ? ചെള്ള പറ്റും. വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അടുത്ത് നിന്ന് കൈകൊണ്ട് പിടിച്ചാൽ പറയും, ശ്രദ്ധിച്ച് പിടിക്കുക, അഴുക്കുണ്ടോ നോക്ക്, എൻ്റെ വസ്ത്രത്തിൽ അഴുക്കാവും. ഈ വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ നിന്റെ മനസ്സും വെള്ളയായിരിക്കേണ്ടത് കൊണ്ടാണ് ആ വസ്ത്രം ധരിക്കാൻ പറയുന്നത്. ഇന്ന് വെള്ള വസ്ത്രം ധരിക്കുന്നത് പറയുന്നത് രാഷ്ട്രീയക്കാരാന്നാ പറയുന്നത്. അല്ല, വെള്ള വസ്ത്രം എന്ന് പറയുന്നത് നസ്രാണികളുടെ പാരമ്പര്യത്തിന്റെ അടയാളമാ, നസ്രാണികളുടെ വിശുദ്ധിയുടെ അടയാളമാ. ഇന്ന് പലപ്പോഴും നമുക്കത് ധരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചതല്ല. 25 വർഷമാകുമ്പോൾ ഞാൻ ഏറെ സന്തോഷത്തായി. ഇവിടെ ഒരുപിടി ചെറുപ്പക്കാരുണ്ടായിരുന്നു, അഭിമാനമുണ്ട്. പക്ഷേ ബാബാ തിരുമേനി പോയപ്പോൾ അവരെല്ലാം പോയി. ഇപ്പോൾ കുഴപ്പമില്ല, അവർ രാവിലെ മധുവായി കയറി കൊയറിനൊക്കെ പാടി അവരവരെ ക്ഷീണിച്ചിട്ടുണ്ടാവും. പക്ഷെ പരിമല തിരുമേനി ഒരു നേരം ഒരു പറ അരിക്ക് വേണ്ടി യാചിച്ച മനുഷ്യന്റെ നാമത്തിലാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്, മറക്കരുത്.
ഞാൻ മരണത്തെ കണ്ടവനാ. എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, നിനക്ക് വീൽ ചെയർ അല്ലാതെ ഒരു ശരണവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ മരുമല തിരുമേനിയെ കണ്ടവനാ. ഞാൻ മരണത്തിലേക്ക് യാത്ര ചെയ്തവനാ. എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, റോണിക്ക് ഇതേപോലെ റോണിക്ക് മുമ്പ് ഓപ്പറേഷൻ ചെയ്ത ആൾ മരിച്ചുപോയി, റോണിക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, പ്രാർത്ഥിക്കുക. റോണിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലേ, പ്രാർത്ഥിക്കുക. ഇനി വീൽ ചെയർ മാത്രമാണ് ശരണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ പുച്ഛത്തോടെ, വളരെ ദൈവാശ്രയത്തോടെ ആ ഡോക്ടറിന്റെ എന്നെ അദ്ദേഹം മൊബൈലില് വീൽ ചെയറിന്റെ പടമൊക്കെ കാണിച്ചു. നല്ല വീൽ ചെയർ ഉണ്ട്, 20-30 കിലോമീറ്റർ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വീൽ ചെയർ ഉണ്ട്, റോണിക്ക് അതിൽ നടക്കാം. ഞാൻ പറഞ്ഞു, സാറേ, എന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറാണ്, എന്നോട് പരിഭവം തോന്നരുത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു സഭയുണ്ട്, ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ എൻ്റെ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ എൻ്റെ മണ്ണിൽ തൊടാതെ, ഞാൻ എൻ്റെ മണ്ണിൽ ചവിട്ടാതെ എൻ്റെ വീട്ടിൽ പ്രവേശിക്കത്തില്ല, സാർ എഴുതിയെടുത്തോളാൻ പറഞ്ഞു. അതെൻ്റെ സഭ എനിക്ക് നൽകിയ, എൻ്റെ പരിമല തിരുമേനി എന്നെ പഠിപ്പിച്ചതാ. അദ്ദേഹം 100 കൊല്ലം ജീവിച്ചിട്ടല്ല മരിച്ചത്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതീവമായ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വയറ്റിൽ അധികമായ രോഗമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചേട്ടൻ വീട്ടിൽ നിന്ന് കഷായം ഉൾപ്പെടെയുള്ള, ഇന്ന് കഷായം ഒന്നും ആരും കഴിക്കത്തില്ലല്ലോ, ഇന്ന് നമുക്ക് ചെറിയൊരു ചുമ വന്നാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടർ വേണം അല്ലേ, ഡോക്ടർ ആശുപത്രികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കഷായം പോലും കൊടുക്കാതെ പരിമല തിരുമേനി പ്രാർത്ഥിച്ചു, എനിക്ക് തന്ന ഒരു ദൈവമുണ്ട്, അവന്റെ ഹിതം എന്നിൽ നടക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു നിധിയുണ്ട്, ഈ നിധി ഈ സഭയെയും ഈ ദേവാലയത്തെയും സംരക്ഷിക്കും. ഈ 123 വർഷം കഴിയുമ്പോൾ നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ ചേർത്ത് നിർത്തുവാൻ, നമ്മെ ഇത്രത്തോളം ആത്മീയമായിക്കുവാൻ പരിമല തിരുമേനിക്ക് കഴിയുന്നുവെങ്കിൽ ആ വിശുദ്ധന്റെ ജീവിതം നമുക്കൊരു മാതൃകയാകണം. തീർച്ചയായും മലങ്കര സഭയ്ക്കും ഈ മെത്രാസനത്തിനും ഏറെ അഭിമാനമാണ് കരിമുളയ്ക്കൽ ദേവാലയം എന്ന് പറയുന്നത്. 25 വർഷത്തെ പാരമ്പര്യമല്ല, അതിനും അനേകം വർഷങ്ങൾക്കും ഇവിടെ റിപ്പോർട്ടിൽ അവതരിപ്പിച്ച ജനറൽ കൺവീനർ റിപ്പോർട്ടിൽ അവതരിപ്പിച്ച പോലെ ഏറെ വർഷത്തെ നസ്രാണികളുടെ പാരമ്പര്യത്തിന്റെ അടയാളമായ ഈ ദേവാലയം സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും നന്മയ്ക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചു, എന്താണ്, അതിദാരിദ്ര്യ വിമുക്ത കേരളം. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാഷ്ട്രീയ വിമർശനം നടത്താനൊന്നും പറഞ്ഞല്ല. ദാരിദ്ര്യത്തെ രണ്ടായി തിരിച്ച് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ വേർതിരിച്ച് കാണുവാൻ ഒരു സമൂഹത്തിന് കഴിയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്തെ ഭദ്രാസനം എത്ര 150 വർഷമാവുക കോട്ടയം മെത്രാസനം. തിരുമേനി എന്നോട് പറയുമായിരുന്നു, കോട്ടയം ഭദ്രാസനത്തിൽ മാത്രം 190 പേർ മലങ്കര സഭയിലെ അംഗങ്ങൾക്ക് വീടില്ല. സുൽത്താൻ ബത്തേരിലെ തിരുമേനി എന്നോട് പറയുമായിരുന്നു, ഏതാണ്ട് 350 പേർക്കോളും സുൽത്താൻ ബത്തേരിയിൽ വീടില്ല. ഞാൻ എൻ്റെ സഭയുടെ എല്ലാ ഭദ്രാസന മെത്രാപ്പൊലിത്തന്മാരും കൗൺസിലും കൂടിയിട്ട് നമ്മുടെ പള്ളികളിൽ വീടില്ലാത്ത വേദനിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കണം, അവരെ ചേർത്ത് നിർത്താൻ കഴിയണം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയണം. അതാണ് പരിമല തിരുമേനി നമ്മെ പഠിപ്പിച്ചത്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളൊരു സഭയായി നിൽക്കണം, എന്നാലേ പുതിയ തലമുറ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വേദനിക്കുന്നവനെ ചേർത്ത് നിർത്തുവാൻ, പ്രയാസപ്പെടുത്തുന്നവനെ കരുതുവാൻ, നൊമ്പരപ്പെടുത്തുന്നവനെ ഒന്ന് തലോടുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒരു 10 രൂപ ജീവിതത്തിൽ, ഞാനും അൽമായി ട്രസ്റ്റിയായി കാറിലൊക്കെ ഇങ്ങനെ അതിവേഗം സഞ്ചരിക്കുമ്പോൾ 10 രൂപ ഇല്ലാത്തവരുണ്ടോ എന്ന് എൻ്റെ മുമ്പിൽ അത്ഭുതമാണ്. പക്ഷെ ഞാൻ വെല്ലൂർ ആശുപത്രി കിടക്കുമ്പോൾ ഒരു മുട്ട മേടിക്കാൻ 10 രൂപ കയ്യിലില്ലാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ദൈവം കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വേദനിക്കുന്ന അനേകരുണ്ട്, നൊമ്പരപ്പെടുന്ന അനേകരുണ്ട്. ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവന്റെ നൊമ്പരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാക്ഷ്യമില്ലാത്ത സമൂഹമായി മാറുന്നുണ്ടോ എന്ന് വേദനയോട് പറഞ്ഞതാണ്. അതുകൊണ്ട് സാക്ഷ്യത്തോടും ദൈവാശ്രയത്തോടും നല്ല അർപ്പണബോധത്തോടും സമൂഹത്തിനെയും സഭയെയും സ്നേഹിക്കുന്ന ഒരു തലമുറയെ നാളിതുവരെ വാർത്തെടുത്ത ഈ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ടും, തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനം ഏറെ സഭയെയും സമൂഹത്തെയും ദൈവത്തെയും പ്രേമത്തോടെയും സാക്ഷ്യത്തോടെയും നടത്തുവാൻ കഴിയട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന വികാരി, ഈ ആഘോഷങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി, ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, അസോസിയേഷൻ, ഭദ്രാസന പൊതുയോഗ അംഗങ്ങൾ, ഇവരെ എല്ലാവരെയും ദൈവം നടത്തട്ടെ, നിങ്ങളെല്ലാവരെയും ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥനാശംസകളോടെ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂട്ടായിരിക്കട്ടെ. അടുത്തത് നമ്മുടെ ചുനക്കര പഞ്ചായത്ത് പ്രസിഡന്റ്
അനിൽകുമാർ നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതനാണ്. അദ്ദേഹം ഈ സമയത്ത് ആശംസ അറിയിക്കും. അതോടൊപ്പം നമ്മുടെ മാധ്യമക്കാർക്ക് നൽകിയിട്ടുള്ള സി ഡി നെറ്റ് ശ്രീ ഷേജ രാജ് ബാബാ തിരുമേനി കൊടുക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചാണ്. ഇപ്പോൾ വന്ന് അദ്ദേഹം അത് വാങ്ങുകയും ചെയ്യേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, രജത ജൂബിലി ആഘോഷിക്കുന്ന സെൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ തിരുമേനി അടക്കം സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ് ഈ ഇടവകയുമായി നിത്യേന സഹകരിക്കാനുള്ളത്. അത്രയും കുറഞ്ഞ ഒരു കുടുംബ അംഗസംഖ്യ ഉള്ളപ്പോഴും ഏറ്റവും മനോഹരമായ രൂപത്തിൽ, ഏറ്റവും പ്രൗഢമായ രൂപത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ഈ ആഘോഷ പരിപാടികൾ ഇവിടെ നടന്നു വരികയാണ്. സാധാരണ ഒരു ആരാധനാലയത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് ഇവിടെ ആവിഷ്കരിച്ചത്. ഇവിടെ ആവിഷ്കരിച്ച പരിപാടികളിലെല്ലാം മനുഷ്യനെ തൊട്ടുണർത്താൻ കഴിയുന്ന, മനുഷ്യൻ്റെ മനസ്സിനെ അറിയാൻ കഴിയുന്ന നിലയിൽ ഈ പരിപാടികൾ ആവിഷ്കരിച്ചു എന്നത് ഈ പരിപാടിയുടെ സംഘാടകരുടെ മനുഷ്യത്വത്തിൻ്റെ മഹനീയ ഭാവത്തിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് ഞാൻ കരുതുന്നു. വളരെ ചെറുതാണ് എന്ന് തോന്നാം, എന്നാൽ ഈ ദേവാലയ തിരുമുറ്റത്ത് കടുത്ത വേനൽക്കാലത്ത് ഇതുവഴി പോകുന്ന ആളുകൾക്ക് സൗജന്യമായി കുടിക്കാൻ ശുദ്ധജലം പ്രദാനം ചെയ്യുന്നതടക്കമുള്ള പരിപാടികളാണ് ഇവിടുത്തെ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, വിവിധ തലങ്ങളിൽ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ മനുഷ്യജീവിതത്തെ തൊട്ടറിയുന്ന, മനുഷ്യജീവിതത്തെ കണ്ടറിയുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന നിലയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ ദേവാലയത്തിലെ മുഴുവൻ ഭാരവാഹികളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു, ഞാൻ എൻ്റെ സ്നേഹാദരവ് അറിയിക്കുന്നു. ഈ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ മർത്തോമ ഇടവകയിലെ വികാരി, ക്രിസ്തോസ് മർത്തോമ ഇടവകയിലെ വികാരി പ്രിയപ്പെട്ട റെക്സ് തോമസ് അച്ഛൻ. ഏറെ ബഹുമാനമുള്ള ഇടവക വികാരി ഡോക്ടർ സാം കുട്ടമ്പേരൂർ അച്ഛൻ, ഏറെ സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ചുനക്കര അച്ഛൻ, പ്രിയ ജോണച്ചൻ, പ്രിയപ്പെട്ട റോണി വർഗീസ് സാർ, മറ്റ് വേദിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ ഇടവക ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. കരിമുളയ്ക്കൽ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ രജത ജൂബിലി സമാപനത്തിൽ ആശംസ അറിയിക്കുവാൻ ഒരവസരം ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ 25 വയസ്സ് യൗവന പ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. 25 വയസ്സിലെത്തി നിൽക്കുന്ന ഇടവക ഒരു മനുഷ്യൻ്റെ ആയുസ്സിനോടൊക്കെ ചേർത്ത് നോക്കിയാൽ നമുക്കറിയാം ഇനിയും ധാരാളം ഓടുവാനായിട്ടുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ അടുത്ത 25 വർഷം ഈ ഇടവക എങ്ങനെയായിരിക്കണം എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ നൽകിയാണ് ബാബാ തിരുമേനി പോയത്. ആ സമയത്ത് ഞാനിവിടെ ഇരുന്ന യുവജനങ്ങളെയൊക്കെ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഇപ്പോൾ റോണി സാർ ഓർമ്മിപ്പിച്ചതുപോലെ ധാരാളം യുവജനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു.
അടുത്ത 25 വർഷം ഈ ഇടവകയെ നയിക്കേണ്ടവരാണ് അവരെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളൊക്കെ ഒരുപക്ഷെ കുറേ നാളുകളൂടെ കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടും. ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. എന്നാൽ അടുത്ത 25 വർഷം അല്ലെങ്കിൽ ഇനിയുള്ള 50 വർഷം മുന്നോട്ട് ഈ ഇടവകയെ നയിക്കേണ്ടത് ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തീർച്ചയായിട്ടും ആ രീതിയിൽ അവരെ ഇടവകയോടും സഭയോടും കർത്താവിനോടും ബന്ധപ്പെടുത്തി നിർത്തുവാൻ ഈ ഇടവകയ്ക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം ഏറെ ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിപ്പാൻ പ്രിയ ഇടവകയ്ക്ക് ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ടിൽ നമ്മൾ കേട്ടല്ലോ. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ രജത ജൂബിലി ആഘോഷം വലിയ ആഘോഷമായി തീരാതെ വളരെ അർത്ഥവത്തായ രീതിയിൽ ആഘോഷിക്കുവാൻ ഈ കരുമുളയ്ക്കൽ ഇടവകയ്ക്ക് സാധിച്ചു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമീപത്തുള്ള എല്ലാ ഇടവകളുമായി മറ്റ് സഭയിലെ പള്ളികളുമായിട്ടൊക്കെ ഏറെ സൗഹാർദ്ദം പുലർത്തുവാൻ പ്രിയ ഇടവക വികാരി അച്ഛനും ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവരും ശ്രമിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവക ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഇടം മാത്രമല്ല, ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായി, ഈ ദേശത്തിന് വിളക്കായി, ഈ ദേശത്തിൻ്റെ നന്മയായി ശോഭിക്കുവാൻ ഇടവകയ്ക്ക് സാധിക്കണം. ഈ ദേവാലയത്തിനുള്ളിൽ ആരാധന നടക്കുമ്പോൾ ഈ ആരാധനയ്ക്ക് ശേഷം ദേവാലയത്തിന് പുറത്തേക്കും ആ ആരാധനയുടെ ഒരു അംശം ദേവാലയത്തിന് പുറത്തുള്ളവർക്കും അനുഭവിക്കുവാൻ ഇടയായിത്തീരുമ്പോഴാണ് ഇടവക അനുഗ്രഹിക്കപ്പെട്ട ഇടവകയായിത്തീരുന്നത്. നമ്മളും നമ്മുടെ ആരാധനയും നമ്മുടെ ഈ ഇടവകയിലെ കാര്യങ്ങളും ഈ പള്ളിക്കെട്ടിന് ഈ 4 മതിലിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഇടവകയുടെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഈ മതിലിന് വെളിയിലേക്ക് ഈ ആരാധന ഒഴുകുമ്പോൾ അത് അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് നന്മയായി തീരും എന്നുള്ളതിൽ സംശയമില്ല. നാം പള്ളിക്കുള്ളിൽ എങ്ങനെയായിരിക്കുന്നോ അതുപോലെ തന്നെ പള്ളിക്ക് വെളിയിലും ആയിരിക്കാൻ ഇടയായിത്തീരുമ്പോഴാണ് നമ്മുടെയും ജീവിതം അനുഗ്രഹമായി തീരുന്നത്. പള്ളിക്കുള്ളിൽ നമ്മളൊരു ഭാവവും പള്ളിക്ക് വെളിയിൽ മറ്റൊരു ഭാവവുമല്ല. പള്ളിക്കുള്ളിലായിരിക്കുന്നത് പോലെ ദൈവകൃപയോടെ, ദൈവഭക്തിയോടെ, ദൈവാശ്രയ ബോധത്തോടെ പള്ളിക്ക് വെളിയിലും നാം ജീവിക്കുമ്പോൾ ഈ ചുറ്റുപാടുമുള്ള മറ്റാളുകൾക്കെല്ലാം നമ്മിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒരു വലിയ സാക്ഷ്യം ഈ ദേശത്ത് നിലനിർത്തുവാൻ ഈ ഇടവകയിലെ 81 കുടുംബങ്ങൾക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ KP റോഡിൻ്റെ സൈഡിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം, ഏറ്റവും ഭംഗിയായ ഒരു ദേവാലയം, ശോഭിക്കുന്ന വിളക്കായി തുടർന്നുള്ള നാളുകളിലും നിലനിൽപ്പാൻ ദൈവം തമ്പുരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ചാരുമൂട് ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെയും ആ ഇടവകയിൽ ഉൾപ്പെട്ട എല്ലാ കുടുംബങ്ങളുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പം MB യെ സ്വാഗതം ചെയ്തുകൊണ്ട് രക്ഷാധികാരി സണ്ണിക്കുട്ടി. പ്രിയമുള്ളവർ, നമ്മുടെ രജത ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന മാവേലിക്കരുടെ പ്രിയങ്കരനായിട്ടുള്ള MB ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ രജത ജൂബിലി ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭയുടെയും അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങളിലൊക്കെ നിരന്തരം ഇടപെടുന്ന ഒരു ജനകീയനായ MB ആണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 4.5 പതിറ്റാണ്ട് കാലം ജനപ്രതിനിധിയായി നിന്ന ചുരുക്കം ചിലർ, അതിനേക്കാളുപരി ഇന്ത്യൻ പാർലമെൻറ്റ് ഏറ്റവും സീനിയർ MB ആയിട്ടുള്ള ശ്രീ കൊടിക്കുന്നിലെ ആദരപൂർവ്വം ഈ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ സൺഡേ സ്കൂൾ ആരംഭകാലത്ത് നമ്മൾ CSI ഇടവകയിൽ വെച്ചാണ് നടത്തിയതെന്ന് ചിലർക്കെങ്കിലും അറിയാമല്ലോ. ആയതിനാൽ CSI ഇടവകയുടെ വികാരി പ്രിയപ്പെട്ട സാം റോയ് ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രയും ബഹുമാനമുള്ള കൊടിക്കുന്നിൽ സുരേഷ് സാറ്, ഇടവകയുടെ വികാരി, സ്നേഹമുള്ള സാമച്ചൻ, പ്രിയ ജോണച്ചൻ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് അനുഗ്രഹീതമായിട്ടുള്ള ഈ സന്തോഷം നിറഞ്ഞ ഈ അവസരത്തിൽ സംബന്ധിക്കുവാൻ, ഭാഗവാക്കാകുവാൻ എനിക്കും സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആദ്യം തന്നെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഓർത്തഡോക്സ് കരിമുളയ്ക്കൽ ഇടവകയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളട്ടെ. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാവരും ഓർമ്മിപ്പിച്ച ഒരു കാര്യം, അനേക വ്യക്തികളുടെ, വൈദികരുടെ ത്യാഗോജ്വലമായ സമർപ്പണ ജീവിതത്തിൻ്റെ പരിണിത ഫലമാണ് ഈ അനുഗ്രഹീതമായിട്ടുള്ള ഈ ദേവാലയം. അതുകൊണ്ട് തന്നെ വചനത്തിലൊരു വാക്യമുണ്ട്, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അപ്രകാരം ഈ ഇടവകയ്ക്ക് സംഭാവനകൾ നൽകിയ, തങ്ങളുടെ തന്നെ അധ്വാനത്തിലൂടെ ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വന്യ മാതാപിതാക്കളെ ഓർക്കുന്ന, വന്യ വൈദികരെയൊക്കെ ഓർക്കുന്ന ഒരു അസുലഭ നിമിഷമാണല്ലോ ഇത്. അവരെല്ലാം ഓർത്ത് ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ കരിമുളയ്ക്കൽ പ്രദേശത്തിന് ഇടവക ഒരു അനുഗ്രഹമാണ് എന്നതിന് യാതൊരു സംശയമില്ല. കൂടാതെ ഈ ഇടവകയ്ക്ക് ഈ നാളുകളിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വം നൽകുന്ന പ്രിയ സാമച്ചൻ, ഞങ്ങൾ ഒന്നിച്ച് ചാരുമൂട് ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ ഫെലോഷിപ്പിൽ പ്രവർത്തിക്കുന്നവരാണ്. അച്ഛനാണ് അതിൻ്റെ അധ്യക്ഷനും അതിന് നേതൃത്വം നൽകുന്നതും. അവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ നേതൃപാഠവും സൗമ്യതയോടുകൂടെ, ശാന്തതയോടുകൂടെ ഏറ്റവും ഭംഗിയായിട്ട് എക്യൂമെനിക്കൽ ഫെലോഷിപ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാനമുള്ള അച്ഛൻ്റെ ശുശ്രൂഷ ഇടവയ്ക്ക് അനുഗ്രഹമാണ് എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഏറ്റവും സൗമ്യതയോടുകൂടെ ഭംഗിയായിട്ട് അച്ഛനത് ചെയ്യുന്നു. അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഈ ഇടവകയ്ക്ക് എല്ലാവിധ ആശംസകളും, കറ്റാനം കരിമുളയ്ക്കൽ ഇടവകകളുടെ, CSI ഇടവകകളുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നമ്മുടെ ഈ ജൂബിലിയുടെ മുഖ്യ സന്ദേശം നൽകുന്നതിന് വേണ്ടി മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് അത് കേന്ദ്രമന്ത്രിയുമായിട്ടും സഹമന്ത്രിയായിട്ടും ഇരുന്നിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റംബാച്ചൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച, അതിനുശേഷം മടങ്ങിപ്പോയ പരിശുദ്ധ മാർത്തോമാ മാർത്തിയോസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമേനി, സോനിയർ പ്രകാശനം ചെയ്ത ഡോക്ടർ അഭിമന്യ ഇബ്രാഹിം മാർ എപ്പിപ്പാനിയോസ് തിരുമേനി, അൽമായ സെക്രട്ടറി ശ്രീ റോണി വർഗീസ് കരിപ്പുഴ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് KR അനിൽകുമാർ, പ്രിയപ്പെട്ട വലിയ റവറൻഡ് സക്രിയ കോറപ്പിസ്കോപ്പ അവർ, ക്രിസ്തോസ് മാർത്തോമ ചർച്ചിൻ്റെ വികാരി റവറൻഡ് റെക്സ് തോമസ്, പ്രിയപ്പെട്ട സണ്ണിക്കുട്ടി രക്ഷാധികാരി, B രാജു കുളത്തിൻ്റെ മേലേതിൽ ട്രസ്റ്റി, റോയ് ജോർജ് കറുത്താശ്ശേരിൽ സെക്രട്ടറി, ശ്രീ ജിബിൻ കെ മാത്യു സുവനീർ കൺവീനർ, മോൻസി മോനച്ചൻ ജോയിൻറ്റ് കൺവീനർ, ഈ ചടങ്ങിന് സ്വാഗതമാശംസ പ്രിയപ്പെട്ട ഇടവികാരി ഫാദർ ഡോക്ടർ യോഗനാൻ ശ്യാമുൽ അവർകൾ, മറ്റു ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ഇടവക അംഗങ്ങളെ, സഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കരിമുളയ്ക്കൽ സെൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ 25ാമത് ജൂബിലി ആഘോഷം അല്ലെങ്കിൽ ജൂബിലി ആഘോഷവും
പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും വളരെ വിപുലമായി ഒക്ടോബർ 30 മുതൽ നവംബർ 8 വരെ വിപുലമായി ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധമായ ജൂബിലി ആശംസകളും ഞാൻ നേരുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ വളരെ വിപുലമായി തന്നെ ഇത്തവണയും നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. പരിമലയിലേക്കുള്ള തീർത്ഥാടന യാത്രകൾ ഇതുവഴി പല യാത്രകൾ കടന്നു പോവുകയും അവർക്ക് വിശ്രമിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഒരു ഇടവക എന്ന നിലയിൽ ഈ ഇടവക കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൈവരിച്ച നിസ്തുലമായ നേട്ടങ്ങൾ വളരെ അസൂയാവകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാംഗമെന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ടല്ല ഈ ഇടവകയിൽ വരുന്നത്. നിരവധിയായ പരിപാടികൾക്ക് ഈ ഇടവകയിൽ വരുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ പള്ളി പുതുക്കി പണിത് അതിൻ്റെ കൂദാശകർമ്മം നടന്നപ്പോഴും ആ കൂദാശകർമ്മത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുവാൻ എനിക്ക് ഈ നാടിൻ്റെ ജനപ്രതിനിധിയിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ, ഈ ഇടവകയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാനും ആശംസകൾ അർപ്പിക്കാനും മുഖ്യ സന്ദേശം നൽകുവാനും എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഹൃദ്യമായി നന്ദി അറിയിക്കുക. പരിശുദ്ധ ബാബാ തിരുമേനി ഇവിടെ എഴുന്നള്ളി വന്ന് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനുശേഷം നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. പരിശുദ്ധ ബാബാ തിരുമേനി ഉള്ള സമയത്ത് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ രാവിലെ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട പരിപാടികൾ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ആ പരിപാടികൾ കൊട്ടാരക്കരയിലും മറ്റ് അതിൻ്റെ സമീപത്തൊക്കെ ആയിട്ടുള്ള ചില പരിപാടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ പ്രോഗ്രാം പങ്കെടുത്തിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതിൽ അങ്ങനെ ഉണ്ടായ കാലതാമസമാണ്. അതല്ലെങ്കിൽ ബാബാ തിരുമേനിയുള്ള സമയത്ത് തന്നെ ഈ ചടങ്ങിൽ ഞാൻ എത്തിച്ചേരുമായിരുന്നു. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധ പരിമല തിരുമേനിയുടെ മാസ്തികതയിലുള്ള ഇടവകയാണ് ഇടവക. അതുകൊണ്ട് തന്നെ പരിമല പള്ളിയുമായി ഈ ഇടവകയ്ക്ക് ഭേദ്യമായ ബന്ധമുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനി ആത്മീയമായി നമുക്ക് നൽകിയിട്ടുള്ള ദർശനങ്ങൾ ഇന്നും നമുക്ക് വലിയ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിലും നമ്മുടെ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നിദാനമാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ നമുക്ക് എപ്പോഴും കോട്ടയായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ കാവൽ പിതാവായി പരിശുദ്ധ പരിമല തിരുമേനി നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ഒക്കെ തന്നെ നമുക്ക് അഭയം നൽകുന്നത്, ആശ്രയം നൽകുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ തിരുനാളിലേക്ക് വന്നെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർ, ആ കബറിങ്കൽ വന്ന് ഒരു നേരം പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന പതിനായിരങ്ങൾ തീർച്ചയായും പരിശുദ്ധ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ ആ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവർ മലങ്കര ഓർത്തഡോക്സ് സഭാ മക്കൾ മാത്രമല്ല, ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ഇതര സമുദായത്തിൽപ്പെട്ടവരും പരിശുദ്ധ പരിമല തിരുമേനിയിൽ അഭയം കാണുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മാധ്യസ്ഥ സ്വീകരിച്ച ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവക അനുഗ്രഹീതമാണ് ഈ നാടിനെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഈ കരിമുളക്കൽ പ്രദേശത്തിൻ്റെ ആത്മീയമായ വളർച്ചയിലും ഭൗതികമായ ഉയർച്ചയിലും ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങളിലൊക്കെ തന്നെ ഈ ഇടവക മാധ്യസ്ഥനായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ എല്ലാവിധമായ കരസ്പർശങ്ങളും അതിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമുക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ നാടിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വളർച്ചയിൽ, പുരോഗതിയിൽ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒക്കെ നമുക്ക് എപ്പോഴും നമുക്ക് അഭയം തരുന്നത് പരിമല തിരുമേനിയാണ്. ആ വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നമുക്ക് കൂടുതൽ ഐശ്വര്യമുണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശമനമുണ്ടാകും. അങ്ങനെയുള്ള ഭക്തി നിർഭരമായ വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. 25 വർഷമായി വിശിഷ്ടമായ സേവനത്തിലൂടെ കടന്നു പോകുന്ന ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസവും സ്നേഹവും ഒക്കെ നൽകുന്ന ഈ ഇടവക തീർച്ചയായും ദൈവം സ്നേഹമാകുന്നു. ആ ദൈവം സ്നേഹമാകുന്നു എന്ന ആ ഒരു കാഴ്ചപ്പാട്,
ആ ഒരു വിശ്വാസം നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടവക ഇനിയും വർഷങ്ങൾ പിന്നിടട്ടെ, ജൂബിലികൾ ഇനിയും ആഘോഷിക്കാൻ അവസരമുണ്ടാകട്ടെ. തീർച്ചയായും ഈ ഇടവക ഈ നാടിന് എന്നും ഒരു വിളക്കായി, ഈ ഇടവക എന്നും ഈ നാടിനൊരു ഐശ്വര്യമായി, ഈ നാടിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാട്ടുകാരുടെ എല്ലാ ജീവിത പ്രയാസങ്ങൾക്കും ഇവിടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയും ഇവിടെ മുഴങ്ങുന്ന പള്ളിമണികളും പ്രാർത്ഥനകളും ഈ ദേശത്തിനാകമാനം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ജൂബിലി ആഘോഷത്തിലും പരിശുദ്ധ പരിമലത്തിനുവേണ്ടി ഓർമ്മ തിരുനാൾ ആഘോഷ പരിപാടികളിലും ഈ ഇടവകയിൽ വന്ന് മുഖ്യപ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ മുഖ്യപ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ രക്ഷാധികാരി അഡ്വക്കേറ്റ് ശ്രീ കെ സണ്ണിക്കുട്ടിയെ ക്ഷണിക്കുന്നു. ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ഇടവക വികാരി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യ വാവ തിരുമേനി, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഈ വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, പ്രിയമുള്ളവരെ, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലിയുടെ സമാപന സമ്മേളനമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 9 മാസക്കാലമായി ജനുവരിയിൽ തുടങ്ങി ഇന്ന് അവസാനിക്കുന്ന വിവിധ പരിപാടികൾ, രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ, അത് സാമൂഹ്യ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് സാമൂഹ്യപരമായും അതുപോലെ തന്നെ സാമുദായികം ഒന്നും നോക്കാതെ തന്നെ എല്ലാ ജനങ്ങളെയും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇവിടെ കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ പൾമനറി ടെസ്റ്റും ചികിത്സാ സഹായങ്ങളും ഒക്കെ നൽകി ഒരു വർഷക്കാലം പരിപാടി നമ്മൾ രജതജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ സമ്മേളന വേദിയിൽ പരിശുദ്ധ തിരുമേനി അടക്കം വീണ്ടും ഞാൻ പേര് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നില്ല. എല്ലാവർക്കും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ഇടവക ജനങ്ങൾക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കും പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട അതിഥികൾ അടക്കം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഉച്ചക്കലത്തെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണമായിട്ടുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഹാളിലേക്ക് പ്രവേശിച്ച് ഭക്ഷണം കഴിക്കാം. എല്ലാ മാധ്യമ പ്രവർത്തകരും അതുപോലെ ഡയസിലുള്ള ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരും MP ഉൾപ്പെടെ എല്ലാവരും അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പോകാവൂ എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. VG ജോണച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനോട് ഒരിക്കൽ കൂടെ പ്രത്യേകമായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ ഒരു നാമത്താൽ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹാസുറോടിയിരിപ്പ് ഞങ്ങളെ ചവയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും എല്ലാ മരണസമയത്തിലും ദൈവത്വത്തിൻ്റെ ചെറുന്ന് മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും നമ്മുടെ കാവൽ പിതാവായ പരിശുദ്ധ പരമന മാർഗ്ഗരിയോറസ് പിതാവിൻ്റെയും മധ്യസ്ഥതയും കാവലും കൂട്ടായ്മയും ദൈവമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളോടും പ്രത്യേകിച്ച് ജൂബിലിയുടെ ആദ്യോടൊന്നും എല്ലാ പ്രവർത്തനങ്ങളോടെയും നടക്കുവാൻ പോകുന്ന പരിശുദ്ധ പരിമളത്തിന് വേണ്ട പെരുന്നാൾ റാസയുടെ മേലും വിശുദ്ധ കുർബാനയുടെ മേലും ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളെല്ലാ ഭവനങ്ങളോടുകൂടെയും ദേശത്തിന് മേലും ദേശവാസികളുടെ മേലും ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ അഭിഷേകത്തിൻ്റെ മേലും വാങ്ങുന്ന വിശ്രമിക്കുന്ന സർവ്വരേതാത്മാക്കളുടെ മേലും നേക്കുണ്ടായിരിക്കുമാറാകണമേ. നമ്മുടെ ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് സന്ധ്യ നമസ്കാരവും തുടർന്ന് പെരുന്നാളിൻ്റെ റാസയുമുണ്ട്. എല്ലാവരും ഭവനത്തിൽ പോയി ഒന്ന് വിശ്രമിച്ച് തിരിച്ച് ദേവാലയത്തിലെത്തുകയും ചെയ്യണം എന്നറിയിക്കുന്നു.